പ്രധാനമായ രണ്ട് വിഷയത്തെ അധികരിച്ചുകൊണ്ടുള്ള ജനകീയ സംവാദം ആരംഭിക്കുന്നു. ഈ സംവാദ പരിപാടി തുടക്കം കുറിച്ച് സ്വാഗതം പറയുന്നതിന് വേണ്ടി സാംസ്കാരിക വേദിയുടെ കോഴിക്കോട് ജില്ലാ പ്രസിഡൻ്റായിട്ടുള്ള ഡോക്ടർ അബ്ദുൽ ഹക്കീമിനെ ക്ഷണിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ബഹുമാന്യരെ, നമ്മൾ ഇപ്പോൾ എല്ലായിടത്തും വളരെ സജീവമായി ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുന്ന രണ്ട് വിഷയങ്ങളിൽ ഒരു തുറന്ന സംവാദത്തിന് വേദിയൊരുക്കുകയാണ്. ഈ പരിപാടി സംഘടിപ്പിക്കുന്നത് കോഴിക്കോട് സാംസ്കാരിക വേദിയാണ്. കേരളത്തിലെ വളരെ ശ്രദ്ധേയമായ ഒരു സാംസ്കാരിക പ്രസ്ഥാനം എന്ന രീതിയിൽ സമകാലികമായ ഏത് വിഷയത്തിലും പ്രത്യേകിച്ച് നിയന്ത്രണമോ മറ്റേതെങ്കിലും തരത്തിലുള്ള ബാധ്യതകളോ ഇല്ലാതെ ഇടപെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കൂട്ടം ആളുകളുടെ ഒരു സംഘടനയാണ് കോഴിക്കോട് സാംസ്കാരിക വേദി. കേരള ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ ഉൾപ്പെടെ വലിയ പരിപാടികളുടെ സംഘാടനത്തിലും സാംസ്കാരിക വേദി മുമ്പിലാണ് എന്ന് നമുക്കറിയാം. ഇന്നിവിടെ ചർച്ച ചെയ്യപ്പെടുന്ന വിഷയം, ഇങ്ങനെയൊരു പരിപാടി സംഘടിപ്പിക്കുന്നതിൻ്റെ സാഹചര്യം നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ പൗരത്വ നിയമ ഭേദഗതി നിയമം ആസന്നമായൊരു തെരഞ്ഞെടുപ്പിൻ്റെ തൊട്ട് മുമ്പിലുള്ള ദിവസങ്ങളിലാണ് അതിലെ ചട്ടങ്ങളൊക്കെ നടപ്പാക്കിക്കൊണ്ട് കേന്ദ്ര സർക്കാർ ഉത്തരവിറക്കിയത്. സ്വാഭാവികമായും ഈ സമയത്ത് ഇങ്ങനെ ഒരു പരിപാടി എന്തിനെന്ന് ചോദിക്കുന്നതിൻ്റെ ഒരു മറുപടി കൂടിയാണ് ഞാൻ പറയാൻ ഉദ്ദേശിച്ചത്. നമ്മളായി ഇത്തരം ഒരു സന്ദർഭത്തിൽ ഒരു പരിപാടി വെച്ചതല്ല, മറിച്ച് ഇത്തരം ഒരു സന്ദർഭത്തിൽ പരിപാടി വെക്കേണ്ട സാഹചര്യം ഇന്ത്യയിലുണ്ടായതാണ്. ഇന്ത്യയിലെ ജനങ്ങളെ തന്നെ വിഭാഗീയമായി വിഭജിച്ചുകൊണ്ട് പൗരത്വം നൽകുന്ന, അല്ലെങ്കിൽ പൗരത്വത്തിൻ്റെ അടിസ്ഥാനം മതമാണ് എന്ന് നിശ്ചയിക്കുന്ന ഒരു നിയമമാണ് നടപ്പാക്കപ്പെടുന്നത് എന്ന് വ്യാപകമായി നമ്മളെല്ലാവരും സംശയിക്കുകയും പ്രതിഷേധിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ്. അതുകൊണ്ട് തന്നെ ഇന്ത്യയിലെ പല രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും പ്രാദേശിക ഭരണകൂടങ്ങളും എന്ന് പറഞ്ഞാൽ സംസ്ഥാന സർക്കാരുകളും ഈ നിയമം ഞങ്ങളുടെ സംസ്ഥാനങ്ങളിൽ നടപ്പാക്കില്ല എന്ന് പ്രഖ്യാപിക്കുന്ന സാഹചര്യം ഉണ്ടായി, കേരളം ഉൾപ്പെടെ. അത്തരത്തിലുള്ള ഒരു പ്രഖ്യാപനം ഏതാനും സംസ്ഥാനങ്ങളിൽ നിന്നുണ്ടായപ്പോൾ, പ്രത്യേകിച്ചും കേരളത്തിൻ്റെ ഒരു പശ്ചാത്തലത്തിൽ നമ്മൾ പരിശോധിക്കുമ്പോൾ കേരളത്തിലെ മുഖ്യമന്ത്രിയിൽ നിന്ന് തന്നെ ഇത്തരത്തിലുള്ളൊരു പരാമർശമുണ്ടായപ്പോൾ അത് നിലനിൽക്കുന്ന ഒരു വാദമല്ല എന്നും, ഇന്ത്യയിൽ നടപ്പാക്കിയ ഒരു നിയമം, ഇന്ത്യൻ പാർലമെൻറ്റ് പാസ്സാക്കിയ ഒരു നിയമം ഏതെങ്കിലും ഒരു സംസ്ഥാനത്തിന് മാത്രം അങ്ങനെ നടപ്പാക്കില്ല എന്ന് പ്രഖ്യാപിക്കാൻ കഴിയില്ല എന്നുമുള്ള വലിയ രീതിയിലുള്ള പ്രചാരണങ്ങൾ മറ്റ് പല രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിൽ നിന്നും പ്രതിപക്ഷ സംഘടനകളിൽ നിന്നും ഇന്ത്യ ഭരിക്കുന്ന രാഷ്ട്രീയ കക്ഷിയുടെ കേരളത്തിലെ നേതാക്കളിൽ നിന്നൊക്കെ ഉണ്ടായി. സ്വാഭാവികമായും ഇന്ത്യയിലെ കേരളത്തിലെ ജനങ്ങൾ വലിയ സംശയത്തിലേക്കാണ് എത്തിയത്. ഇതെന്താണ് ഇങ്ങനെ ഒരു നിയമം നടപ്പാക്കുക എന്ന് പറഞ്ഞാൽ നടപ്പാക്കും, പക്ഷെ നടപ്പാക്കില്ലെന്ന് സംസ്ഥാനങ്ങൾ പറയുന്നു. ഇത് ഇന്ത്യയിലെ ഏത് തരത്തിലുള്ള നിയമസംഘർഷങ്ങൾക്കാണ് ഇടയാക്കുക? അങ്ങനെ നടപ്പാക്കാതിരിക്കാൻ കഴിയുമോ? സമാനമായ ഇത്തരത്തിലല്ലെങ്കിൽ പോലും സമാനമായ സന്ദർഭങ്ങളൊക്കെ പലപ്പോഴും നമ്മുടെ നിയമവും ലെജിസ്ലേച്ചറൊക്കെ തമ്മിലുണ്ടായിട്ടുണ്ട്. അത്തരത്തിലുള്ള സംഘർഷ സാധ്യതകളൊക്കെ ഇതിലുണ്ടോ? ആ സന്ദർഭത്തിലാണ് അഡ്വക്കേറ്റ് ഹരീഷ് വാസുദേവൻ, നിയമജ്ഞനും സാമൂഹിക വിഷയങ്ങളിൽ വളരെ സജീവമായി ഇടപെട്ടുകൊണ്ടിരിക്കുന്ന ആളുമായിട്ടുള്ള അഡ്വക്കേറ്റ് ഹരീഷ് വാസുദേവൻ ഇതിനെക്കുറിച്ച് ഇന്ത്യയിലെ ഫെഡറൽ സംവിധാനത്തെക്കുറിച്ച്, ഇന്ത്യയിൽ നടപ്പാക്കുന്ന നിയമങ്ങളെക്കുറിച്ച്, അതിലെ സംസ്ഥാനത്തിനുള്ള പദവികളെക്കുറിച്ചും അധികാരത്തെക്കുറിച്ചും ഒക്കെയുള്ള വിശദമായൊരു കുറിപ്പ് എഴുതിയത്. വ്യാപകമായി ചർച്ച ചെയ്യപ്പെട്ടൊരു കുറിപ്പായിരുന്നു അത്. ആ സന്ദർഭത്തിലാണ് ഹരീഷിനെ ഞാൻ വിളിക്കുന്നത്. എന്താണ് ഇതിൻ്റെ വസ്തുത? അങ്ങനെ അപ്പോൾ സോഷ്യൽ മീഡിയയിൽ മാത്രമല്ല ചില പ്രധാനപ്പെട്ട വിഷ്വൽ മീഡിയയിൽ സംബന്ധിച്ച് ചർച്ചകളൊക്കെ നടക്കുകയുണ്ടായി. നമുക്കിതൊരു ഓപ്പൺ സംവാദത്തിന് ഇത് ഇങ്ങനെ ഒന്ന് വേദിയൊരുക്കിയാലോ എന്നുള്ള ആലോചന നടക്കുകയും അദ്ദേഹം അതിന് അനുവദിക്കുകയും വരാമെന്നേൽക്കുകയും
അങ്ങനെയാണ് ഈ പരിപാടി രൂപപ്പെടുകയും ചെയ്തത്. അപ്പോൾ ഏതായാലും ഇങ്ങനെ പരിപാടി ആലോചിക്കുകയാണ് എങ്കിൽ പിന്നെ അത് മാത്രമാക്കണ്ട, അതിനേക്കാൾ പ്രധാനപ്പെട്ട അല്ലെ അതോടൊപ്പം തന്നെ പ്രധാനപ്പെട്ടതാണ് വലിയ രീതിയിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു അഴിമതിയുമായി ബന്ധപ്പെട്ട വിവാദം എന്ന് പറഞ്ഞാൽ പോരാ, വസ്തുത. ഇലക്ട്രൽ ബോണ്ട് എന്ന് പറയുന്ന ഒരുപക്ഷെ ഒരു വലിയ മഞ്ഞുമലയുടെ അഗ്രം മാത്രമാണ് ഇതുവരെ നമ്മൾ കണ്ടെത്തിയിട്ടുള്ളത് എന്ന് പോലും ഇന്ത്യയിലെ പ്രധാന മാധ്യമങ്ങളൊക്കെ വിശേഷിപ്പിച്ച് കഴിഞ്ഞ ഒരു അഴിമതി, ഒരു പണസമ്പാദനം, ഒരു കുറുക്ക് വഴി എന്നതിൻ്റെ അപ്പുറം ഇന്ത്യയുടെ രാഷ്ട്രീയ ഭാവിയെയും നിയമത്തെയും ഒക്കെ സ്വാധീനിക്കുന്ന തരത്തിലേക്ക് ക്യാപിറ്റൽ അതിൻ്റെ ഒരു പ്രധാന ആയുധമായി തീരുന്ന തലത്തിലേക്ക് മാറുന്ന ഒരു സന്ദർഭമാണ് ഈ ഇലക്ട്രൽ ബോണ്ട് ഉണ്ടാക്കിയതെന്ന് കഴിഞ്ഞ 3-4 കൊല്ലത്തെ അനുഭവങ്ങൾ വെച്ചുകൊണ്ട് വലിയ 10-35ഓളം ഏറ്റവും വലിയ സമ്പന്ന കോർപ്പറേറ്റ് പ്രസ്ഥാനങ്ങൾ അത് ഇന്ത്യയെ തന്നെ വിലക്കെടുക്കുന്ന തരത്തിലേക്ക് അഴിമതി പണം ഉപയോഗിച്ചുകൊണ്ട് ചെയ്യുന്നതിനെക്കുറിച്ചൊക്കെയുള്ള ചർച്ചകളുണ്ടായത്. തീർച്ചയായിട്ടും അത്തരം ഒരു കാര്യങ്ങളിൽ നമ്മളെപ്പോലുള്ള ഒരു സാംസ്കാരിക പ്രസ്ഥാനത്തിന് ഒരു സംവാദത്തിലേക്ക് ക്ഷണിച്ച് കൊണ്ടുവരാൻ കഴിയുന്ന കേരളത്തിലെ അപൂർവ മാധ്യമ പ്രവർത്തകരല്ല, അപൂർവം എന്ന് വിശേഷിപ്പിക്കേണ്ട തരത്തിലേക്ക് മാധ്യമ പ്രവർത്തകർ മാറിപ്പോയതാണ്. നമ്മൾ അവരെ അങ്ങനെ വിളിച്ചതല്ല, അവർ സ്വയം ആ പ്രസ്ഥാനത്തിലേക്ക് മാറിയതാണെന്ന് നമുക്കൊക്കെ അറിയാം. അങ്ങനെയുള്ള ആ ജനസിൽ അവശേഷിക്കുന്ന കുറഞ്ഞ ആളുകളിൽ ഒരാളായിട്ടുള്ള ഹർഷനോട് സംസാരിക്കുകയും അദ്ദേഹം ഇങ്ങ് വരാൻ ഏൽക്കുകയും ചെയ്തു. അദ്ദേഹത്തിൻ്റെ ഇടയിൽ ഒരു കൈക്ക് ഒരു പരിക്കൊക്കെ ഏറ്റു. എന്നാലും വളരെ സാഹസികതയോടുകൂടി അദ്ദേഹം ഡ്രൈവ് ചെയ്ത് എറണാകുളത്ത് നിന്ന് ഇവിടം വരെ എത്തി. രണ്ടുപേരെയും വളരെ സന്തോഷത്തോടുകൂടി കോഴിക്കോട്ടെ പൗരാവലിക്ക് വേണ്ടി, ജനങ്ങൾക്ക് വേണ്ടി, രാഷ്ട്രീയത്തിലും ജനാധിപത്യത്തിലും വിശ്വസിക്കുന്ന മുഴുവൻ മനുഷ്യർക്ക് വേണ്ടിയും സ്വാഗതം ചെയ്യുകയാണ്. ഈ ഒരു സംവാദ പരിപാടിയുടെ ഒരു സ്വഭാവം നമ്മൾ ആലോചിക്കുന്നത്, എൻ്റെ സ്വാഗത ഭാഷണത്തിന് ശേഷം ഇതിൻ്റെ മോഡറേറ്റർ ആയിക്കൊണ്ട് ആതിര, നമുക്കെല്ലാവർക്കും അറിയാവുന്ന അഡ്വക്കേറ്റ് PM ആതിര അതിൻ്റെ മോഡറേറ്റർ പദവി ഏറ്റെടുക്കുകയും അവർ രണ്ടുപേരും അവരുടെ വിഷയത്തെ അധികരിച്ചുകൊണ്ട് ഒരു സാമാന്യം അതിൻ്റെ അടിസ്ഥാനമായിട്ടുള്ള കാര്യങ്ങളിൽ ഒരു ഏകപക്ഷീയമായ പ്രഭാഷണം നടത്തുകയും അതിനുശേഷം നമ്മളും അവരും തമ്മിലുള്ള യാതൊരു ഉപാധികളുമില്ലാത്ത, എന്നാൽ ഒരു ജനാധിപത്യ സംവാദത്തിൻ്റെ മാന്യതകൾ പുലർത്തുന്ന, എന്നാൽ മറ്റൊരു തരത്തിലുള്ള നിയന്ത്രണമോ ഉപാധികളോ ഇല്ലാത്ത വിധം ഓപ്പണായുള്ള ഒരു സംവാദവുമാണ് ഉദ്ദേശിക്കുന്നത്. അത് വളരെ ഉചിതമായ രീതിയിൽ തന്നെ അത് നിയന്ത്രിക്കാനും അത് മുന്നോട്ട് കൊണ്ടുപോകാനും സാധിക്കുന്ന ഒരാളെന്ന രീതിയിലാണ് അഡ്വക്കേറ്റ് PM ആതിരയെ നമ്മൾ ഇങ്ങോട്ട് ക്ഷണിച്ചിട്ടുള്ളത്. അവരെ വളരെ ആദരപൂർവ്വം സാംസ്കാരിക വേദിക്ക് വേണ്ടി നമുക്ക് എല്ലാവർക്കും വേണ്ടി സ്വാഗതം ചെയ്യുകയാണ്. ഈ ചടങ്ങിൽ എന്നോടൊപ്പം തന്നെ വേദിയിൽ ഇപ്പോൾ ഉള്ളത് KV ശശിമാഷാണ്. സാംസ്കാരിക സെക്രട്ടറി കൂടിയുള്ള ശശിമാഷയെ ഔപചാരികമായി സ്വാഗതം ചെയ്തുകൊണ്ട് ഇവിടെ എത്തിച്ചേർന്ന മുഴുവൻ ആളുകളെയും ഈ സംവാദത്തിലേക്ക് ക്ഷണിച്ചുകൊണ്ട് സ്വാഗതം ചെയ്തുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ഇതിനെ മോഡറേറ്റ് പദവി ഏറ്റെടുക്കാൻ വേണ്ടി ആതിരയോട് അഭ്യർത്ഥിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ബഹുമാന്യരെ, വേദിയിലുള്ള സുഹൃത്തുക്കളായിട്ടുള്ള ഹരീഷ്, ഹർഷൻ, സാഹിത്യവേദിയുടെ നേതാക്കളായിട്ടുള്ള ഹക്കീം മാഷ്, ശശി മാഷ്, പ്രിയപ്പെട്ടവരെ, ഇന്ത്യ പോലൊരു വലിയൊരു ജനാധിപത്യ രാഷ്ട്രം ഒരു തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കുന്ന സമയത്ത് തെരഞ്ഞെടുപ്പിൽ എങ്ങനെയാണ് മതത്തെയും വർഗീയതയെയും ഒരു ആയുധമാക്കി മാറ്റുന്നത് എന്നും പണവും അഴിമതിയും എങ്ങനെയാണ് ജനാധിപത്യത്തെ വിലക്കെടുക്കാൻ മാത്രം വളർന്നതും എന്നുള്ള ഈ തെരഞ്ഞെടുപ്പ് അഭിമുഖീകരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട 2 വിഷയങ്ങൾ കേന്ദ്രീകരിച്ചാണ് ഇവിടെ 2 പ്രഭാഷണങ്ങൾ നടക്കാൻ പോകുന്നത്. ഫെഡറൽ സംവിധാനത്തിനകത്ത് മതനിരപേക്ഷത, മതേതരത്വം എത്രമാത്രം പ്രാധാന്യമുണ്ട്, അതുപോലെ തന്നെ ജനാധിപത്യവും വളരെയധികം ഈ രാജ്യത്തിൻ്റെ ഏറ്റവും അന്തസ്സത്ത നിലനിർത്തുന്ന ഒരു അകക്കാമ്പായിട്ട് നിലനിൽക്കുന്നുണ്ട്. ജനാധിപത്യത്തെ എങ്ങനെയാണ് പണാധിപത്യം വിലക്കെടുക്കുന്നത് എന്ന് കഴിഞ്ഞ കുറച്ച് തെരഞ്ഞെടുപ്പ് കാലങ്ങളിൽ നമ്മൾ കണ്ടിരുന്നു. അതൊരു ചാക്രിക പ്രക്രിയ പോലെ കോർപ്പറേറ്റ് താല്പര്യങ്ങൾക്കനുസരിച്ച് രാജ്യത്തിൻ്റെ നിയമനിർമ്മാണ സഭകൾക്കകത്ത് നിന്ന് നിയമങ്ങൾ പടച്ചുണ്ടാക്കുന്ന സമയത്ത് അവർ തരുന്ന പണം
തെരഞ്ഞെടുപ്പിനകത്ത് ഉപയോഗിക്കുകയും ജനാധിപത്യത്തെ വിലക്കെടുക്കുകയും അവർക്ക് ആവശ്യമായിട്ടുള്ള നിയമങ്ങൾ ആവിഷ്കരിക്കുന്ന ആളുകൾ ഭരണാധികാരികളായി മാറുകയും ചെയ്തിരുന്നു. പക്ഷെ അതൊക്കെ ജനങ്ങൾക്ക് കാണാൻ കഴിയുന്ന സുതാര്യമായ വിധത്തിൽ ചോദ്യം ചെയ്യാൻ കഴിയുന്ന പല സംവിധാനങ്ങളും ഉണ്ടായിരുന്നെങ്കിൽ അതിനെയൊക്കെ നിയമവിധേയമാക്കി മാറ്റുന്ന വിധത്തിലേക്ക് ഇതൊക്കെ ഓർഡർ ഓഫ് ദ ഡേ ആക്കി മാറ്റും വിധം ഇലക്ട്രൽ ബോണ്ട് സംവിധാനം വന്നതോടുകൂടി ഈ രാജ്യത്തിനകത്തേക്ക് അത് മാറ്റാൻ സാധിച്ചു എന്നുള്ളതാണ്. ഇനി അടുത്തത് ഇലക്ട്രൽ ബോണ്ടുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയത്തെക്കുറിച്ചുള്ള സംസാരമാണ്. പ്രഭാഷണം നടത്തുന്നതിന് വേണ്ടി ഹർഷനെ ക്ഷണിക്കുകയാണ്. ഇല്ല, കുഴപ്പമില്ല. പ്രിയപ്പെട്ടവർ, നേരത്തെ ഹരീഷ് മാനാഞ്ചിറയിലെ നൊസ്റ്റാൾജിയയെക്കുറിച്ച് സംസാരിച്ചാണ് തുടങ്ങിയത്. ഒരു കണക്കിന് ഞാനും ഇവിടെ നിൽക്കുന്നത് അങ്ങനെയല്ല, മറ്റൊരു നൊസ്റ്റാൾജിയമാണ്. ഇതിനു മുമ്പ് മാനാഞ്ചിറയിലൊരു മൈക്കിന് മുന്നിൽ നിൽക്കുന്നത് സംഘർഷഭരിതമായ ഒരു തെരഞ്ഞെടുപ്പ് ചർച്ചയ്ക്ക് ശേഷം മൈക്ക് വിട്ട് ഞാൻ ഓടിയ ഒരു കാലത്തെക്കുറിച്ചുള്ള ഓർമ്മകളുമായിട്ടാണ് ഇപ്പോൾ രണ്ടാമത് വീണ്ടും മൈക്കിന് മുന്നിൽ നിൽക്കുന്നത്. അതൊരു തെരഞ്ഞെടുപ്പ് കാലമായിരുന്നു 15 വർഷം മുമ്പ്. ഇതിപ്പോൾ മറ്റൊരു തെരഞ്ഞെടുപ്പ് കാലത്ത് ഒരുപക്ഷെ രാജ്യം ഇതുവരെ കണ്ടിട്ടില്ലാത്ത തരത്തിലുള്ള സങ്കീർണമായ സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുന്ന മൂർത്തമായ ഒരു കാലത്ത് നമ്മൾ വീണ്ടും ഇവിടെ ഇതുവരെ രാജ്യം അഭിമുഖീകരിച്ചിട്ടില്ലാത്ത കുറേ പ്രശ്നങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യുന്നു എന്നുള്ളതാണ്. അപ്പോൾ 2 വിഷയങ്ങളാണ് ഒരുമിച്ച് ഒരു വേദിയിൽ വരുന്നത്. ആദ്യം നമ്മൾ CAA ചർച്ച ചെയ്തു. CAA എന്ന് ഒതുക്കി പറയരുത്, ഹരീഷൊക്കെ പറയുന്നത് പോലെ CAA NRC എന്ന് ചേർത്ത് തന്നെ, അതിനിടയിൽ നിൽക്കുന്ന NPR ചേർത്ത് തന്നെ വേണം അത് പറയാൻ എന്നുള്ളതാണ് ഒരു കാര്യം. മറ്റൊന്നിപ്പോൾ ബോണ്ട് വിവാദമാണ്. ബോണ്ടും അതിൻ്റെ കാണാച്ചരടും എന്നതാണ് നമ്മുടെ വിഷയം. അതപ്പോൾ ഒരു പക്ഷേ ഒറ്റ കേൾവിയിൽ പരസ്പര ബന്ധമില്ലാത്ത 2 വിഷയങ്ങളെന്ന് നമുക്ക് തോന്നാം. പക്ഷേ ഈ കാലത്ത് ഇത് പരസ്പരം വല്ലാതെ ബന്ധപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇതെല്ലാം ഈ സർക്കാരിൻ്റെ നടപടികളെല്ലാം തന്നെ പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ്. കാരണം ഏറ്റവും പുതിയ പഠനങ്ങളിൽ നിന്നും മനസ്സിലാക്കുന്നത് മാത്രമല്ല, നമ്മളെല്ലാം അനുഭവിച്ച് മനസ്സിലാവുന്നതും ഒരു ഇലക്ട്രൽ ഓട്ടോക്രസിയിലേക്ക് രാജ്യം പോകുന്നു, അല്ലെങ്കിൽ ഒരു അർദ്ധജനാധിപത്യ രാജ്യമായി ഇന്ത്യ മാറുന്നു എന്നുള്ളത് നമ്മളെല്ലാവരും മനസ്സിലാക്കുന്ന സംഗതിയാണ്. അപ്പോൾ ഒരു ഇലക്ട്രൽ ഓട്ടോക്രസിയായി മാറുന്ന ഒരു സമഗ്രാധിപത്യ സ്വഭാവം കാണിക്കുന്ന സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം എല്ലാ കാര്യങ്ങളിലും അവർക്ക് മേൽക്കൈ ഉണ്ടാവണം, അല്ലെങ്കിൽ ആ സർക്കാരിനെ നയിക്കുന്ന രാഷ്ട്രീയ പാർട്ടിക്ക് മേൽക്കൈ ഉണ്ടാവണം എന്നത് തന്നെയാണ് അവരുടെ ആത്യന്തിക പദ്ധതി. അതുകൊണ്ട് തന്നെയാണ് ഇവിടെ നോട്ട് നിരോധനം ഉണ്ടാവുന്നത്, അതിനുശേഷം കർഷക ബില്ലുണ്ടാവുന്നത്, അല്ലെങ്കിൽ തൊഴിൽ നിയമങ്ങളിൽ പൊളിച്ചെഴുത്തുണ്ടാവുന്നത്, പിന്നീട് CAA NRCയുമായി ബന്ധപ്പെട്ടുള്ള നടപടികളുമായി സർക്കാർ മുന്നോട്ട് പോകുന്നത്. ഇതെല്ലാം വളരെ കൃത്യമായി സർക്കാർ അതിൻ്റെ ഒരു സമഗ്രാധിപത്യം കാണിക്കുന്നു എന്നതിൻ്റെ തന്നെ വ്യക്തമായ ഉദാഹരണങ്ങളാണ്. അതെല്ലാം കാണിക്കാൻ, ഈ പറയുന്ന ആ ഒരു സമഗ്രാധിപത്യം പ്രകടിപ്പിക്കാൻ ഏറ്റവും അധികം വേണ്ടതെന്താണ്? കാരണം ഇലക്ട്രൽ ഓട്ടോക്രസിയാണ് ലക്ഷ്യമിടുന്നത് തൽക്കാലത്തേക്കെങ്കിലും. അതിനപ്പുറത്ത് ഇപ്പോൾ പല BJPയുടെ MP-മാരും ഒക്കെ പറയുന്നത് പോലെ തെരഞ്ഞെടുപ്പിൽ 400 സീറ്റ് കിട്ടിയാൽ ഞങ്ങൾ ഇതുവരെ ഇല്ലാത്ത മറ്റൊരു രാജ്യത്തിലേക്ക് കടക്കുകയാണ്, ഈ ഭരണഘടനയെ നമ്മൾ പൊളിച്ചെഴുതുകയാണ്, മറ്റൊരു രാജ്യമായി ഇന്ത്യ മാറുകയാണെന്ന് പരസ്യമായി പറഞ്ഞുകൊണ്ടാണ് ഈ തെരഞ്ഞെടുപ്പിനെ തന്നെ നേരിടുന്നത്. അപ്പോൾ അതിൽ അവരാഗ്രഹിക്കുന്ന ഒരു 370-നും 400 സീറ്റിനും അപ്പുറത്തേക്ക് ഒറ്റ പാർട്ടിയായി BJPക്ക് നേടാൻ അവർക്ക് ഏറ്റവും അധികം വേണ്ടത് എന്താണ്? പണമാണ്. ആ പണത്തെ എങ്ങനെ സ്വരുക്കൂട്ടാം എന്നത് സംബന്ധിച്ചുള്ള കൃത്യമായ ആസൂത്രണം ഒരുപക്ഷെ നരേന്ദ്രമോദി അധികാരത്തിൽ വന്ന സർക്കാരിൻ്റെ ആദ്യഘട്ടത്തിൽ തന്നെ ആരംഭിച്ചിരുന്നു. അതിനനുസരിച്ചുള്ള നടപടികൾ വന്നു. കൃത്യമായി അവർക്ക് ആ പണം കൊണ്ട് തെരഞ്ഞെടുപ്പുകളെ നേരിടാൻ കഴിയുന്ന ഒരു സാഹചര്യമുണ്ടായി. ജനാധിപത്യത്തെ തന്നെ പണം കൊണ്ട് പിന്നീട് നിരന്തരം അട്ടിമറിക്കുന്നത് നമ്മൾ പല സംസ്ഥാനങ്ങളിലും കണ്ടു. MLA-മാരായി, MP-മാരായി, മുഖ്യമന്ത്രിമാരായി തന്നെ ഒരു സംസ്ഥാനത്തെ പ്രതിപക്ഷ പാർട്ടി അപ്പാടെ തന്നെ BJP-ആയി മാറുന്ന കാഴ്ചയൊക്കെ നമ്മൾ കണ്ടു. അത് വളരെ സ്വാഭാവികമായ സംഗതിയായി നമ്മളൊക്കെ ചർച്ച ചെയ്യുന്നുണ്ട്, ഇന്ത്യയിലെ മാധ്യമങ്ങൾ ചർച്ച ചെയ്യുന്നത് കണ്ടു. ഇപ്പോൾ ഉദാഹരണത്തിന് ഗോവയിൽ
ഒരു തെരഞ്ഞെടുപ്പ് അട്ടിമറി നടക്കുന്നു. അവിടെ BJP പരാജയപ്പെടുന്നു, പ്രതിപക്ഷ പാർട്ടികൾ മുന്നേറുന്നു. അപ്പോഴും ആത്മവിശ്വാസത്തോടെ BJPയുടെ വക്താവ് ടെലിവിഷനിൽ പറയുന്നത് ഞങ്ങൾ സർക്കാർ രൂപീകരിക്കുമെന്ന് തന്നെയാണ്. എന്താണ് അപ്പോൾ എഡിറ്റർ, ഒരു ടൈംസ് നൗവിൻ്റെ എഡിറ്റർ അങ്ങോട്ട് ചോദിക്കുകയാണ് എങ്ങനെ നിങ്ങൾ പർച്ചേസ് ചെയ്യുമോ എന്ന്. അപ്പോൾ BJPയുടെ വക്താവ് ഇരുന്ന് പൊട്ടിച്ചിരിക്കുക. അതായത് പർച്ചേസ് ചെയ്യും എന്ന് പരസ്യമായി പറയുന്നതിന് ഒരു മടിയുമില്ലാത്ത ഒരു ജനാധിപത്യ രാജ്യത്താണ് നിലവിൽ നമ്മൾ നിൽക്കുന്നത്. ആ ജനാധിപത്യം അങ്ങനെ ഒരു പ്രത്യേക തലത്തിലേക്ക് മാറിയിരിക്കുന്നു. അപ്പോൾ ഈ പർച്ചേസ് ചെയ്യാനുള്ള പർച്ചേസിങ് കപ്പാസിറ്റി ഉണ്ടാവണമല്ലോ BJPക്ക്. അതിനു വേണ്ട കൃത്യമായ ആസൂത്രണം ഇവിടെ നടത്തും. നമുക്ക് മുന്നിൽ ഉണ്ടാക്കിയിട്ടുള്ള ഏറ്റവും വലിയ പുകമറ എന്ന് പറയുന്നത് ഇപ്പോൾ 2G സ്പെക്ട്രം അഴിമതി ആരോപണമൊക്കെ വന്നു. രണ്ടാം UPA സർക്കാരിൻ്റെ അവസാനം അത് വലിയ ചർച്ചയായി. മാധ്യമങ്ങൾ നിരന്തരം അത് ചർച്ച ചെയ്തു. ഡൽഹിയിൽ വലിയ സമരങ്ങൾ കണ്ടു. അതിനെല്ലാം ശേഷം നമ്മൾ ആലോചിച്ച് നോക്കൂ, 2G സ്പെക്ട്രത്തിന് ശേഷം അതിനേക്കാൾ വലിയ അഴിമതി ആരോപണം ഉന്നയിക്കാൻ കഴിയുന്ന സ്പെക്ട്രം ലേലങ്ങൾ നടന്നു. നമുക്കാർക്കും ഒരു പ്രശ്നമില്ല, ഇന്ത്യയിലെ ഒരു മാധ്യമങ്ങൾക്കും പ്രശ്നമല്ല. അഴിമതി വിരുദ്ധരാണ് സംഘപരിവാർ അല്ലെങ്കിൽ BJP എന്നുള്ള ബോധം നമ്മളിൽ ഉണ്ടാക്കുന്നതിന് ഏറ്റവും സൂക്ഷ്മമായ ഇടപെടലും ഈ മാധ്യമങ്ങൾ തന്നെ നിരന്തരം നടത്തിക്കൊണ്ടിരിക്കുന്നത് നമ്മൾ കണ്ടു. സത്യത്തിൽ അങ്ങനെയാണോ? ഇന്ത്യയുടെ ചരിത്രത്തിൽ ഒരു ഭരണ പാർട്ടിയുടെ ദേശീയ അധ്യക്ഷൻ കൈനീട്ടി കൈക്കൂലി വാങ്ങുന്നത് നമ്മൾ കണ്ടിട്ടുള്ളത് BJPയുടെ ദേശീയ അധ്യക്ഷൻ കൈക്കൂലി മേടിക്കുന്നതാണ്. ബംഗാരു ലക്ഷ്മൺ കൈനീട്ടി കൈക്കൂലി മേടിക്കുന്നത് നമ്മൾ കണ്ടതാണ്. പക്ഷേ അവരാവർത്തിച്ച് അതിനുശേഷവും ആ ദൃശ്യമെല്ലാം നമ്മൾ കണ്ടതിന് ശേഷവും അവരാവർത്തിച്ച് നമ്മളെ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നതും പലപ്പോഴും നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്നതും എന്താണ്, BJP അത് ഈ സംഘപ്രവർത്തകരാണ്. അവർക്ക് അങ്ങനെ ഈ അഴിമതി കാണിക്കുക എന്നുള്ള പരിപാടിയില്ല. അവർക്ക് വർഗീയതയുണ്ടാകും, പക്ഷേ അഴിമതി കാണിക്കില്ല എന്നാണ്. നമ്മൾ നേരിട്ട് കണ്ടതിനെ മറികടന്ന് അവർ അഴിമതി വിരുദ്ധ പാർട്ടിയായി വീണ്ടും ഒരു സർക്കാർ രൂപീകരിച്ച്, രണ്ടാമത്തെ സർക്കാർ രൂപീകരിച്ച് വീണ്ടും മുന്നോട്ട് പോവുകയാണ്. ഇന്ന് നമുക്ക് മുന്നിൽ നമുക്ക് നിസ്സംശയം പറയാം, രാജ്യം കണ്ട ഏറ്റവും വലിയ അഴിമതിയാണ് ഇന്നിപ്പോൾ കേന്ദ്ര സർക്കാർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതാണ് സുപ്രീം കോടതി ആ അഴിമതി എന്നുള്ള ആരോപണത്തിലേക്ക് കടന്നില്ലെങ്കിൽ കൂടി കണ്ടുപിടിച്ചിട്ടുള്ളത്, അത് അവസാനിപ്പിക്കണമെന്നാവശ്യപ്പെട്ടിട്ടുള്ളത്. അഴിമതിയിലേക്ക് സുപ്രീം കോടതി കടന്നിട്ടില്ല, ആ ആരോപണങ്ങളിലേക്കോ അത് സംബന്ധിച്ച നിയമ നടപടികളോ അത്തരം കാര്യങ്ങളിലേക്കോ ഒന്നും കടന്നിട്ടില്ല. പക്ഷേ നമുക്ക് മുന്നിൽ നഗ്നമായ യാഥാർത്ഥ്യം ഇങ്ങനെ നിൽക്കുകയാണ്. രാജ്യം കണ്ട ഏറ്റവും വലിയ അഴിമതി ഇപ്പുറത്ത് ഇങ്ങനെ കേന്ദ്ര സർക്കാരിൻ്റെ ഭരണത്തിൻ്റെ പിന്തുണയോടെ അവർ നടത്തിക്കൊണ്ടിരുന്നു എന്നുള്ളത് നമ്മൾ പഴയ മലയാളം സിനിമകളൊക്കെ കണ്ടാൽ നമുക്ക് മനസ്സിലാവും. അതായത് ഒരു 80കളുടെയൊക്കെ തുടക്കത്തിലുള്ള മിക്കവാറും സിനിമകളിൽ ഒരു കവലച്ചട്ടമ്പി അല്ലെങ്കിൽ ഒരു ചന്തപ്പിരിവിന് തരുന്ന ഒരു ചട്ടമ്പിയെ കാണും. ഈ ചന്തകൾ അന്നൊക്കെ ചന്തകളുടെ നടത്തിപ്പിൽ ഈ ചന്ത നടത്തുന്നത് തന്നെ ചില മുതലാളിമാരാണ്. അവർക്കൊരു ചട്ടമ്പി ഉണ്ടാവും കാശ് പിരിക്കാൻ വേണ്ടിയിട്ട്. ഒരു കത്തിയൊക്കെ ആയിട്ട് ഇങ്ങനെ ഇറങ്ങുന്നു, മീശയൊക്കെ പിരിച്ചു വെച്ച്. ആ സിനിമകൾ ഓർമ്മയുള്ളവർക്ക് കാണും. മിക്കവാറും സിനിമകളിലാണ് ഒരു ചട്ടമ്പി ഇങ്ങനെ ഇറങ്ങി പിരിക്കുന്നത്. ഈ ചട്ടമ്പിയുടെ റോളിൽ നമ്മൾ തൽക്കാലം അമിത്ഷായെയും നരേന്ദ്രമോദിയെയും കണ്ടാൽ മതി എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അത് തന്നെയാണ്, അതിൻ്റെ കുറെ കൂടി ആധുനികമായ രൂപമാണ് നമുക്ക് മുന്നിൽ ഇന്നിപ്പോൾ രാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. അവരുടെ വേഷം മാറിയിട്ടുണ്ടാവാം. അവർ നിക്കറിന് മുകളിൽ കൈലി മടക്കി കുത്തിയിട്ടില്ല എന്നുള്ളത് വാസ്തവമാണ്, മീശ പിരിച്ചു വച്ചിട്ടില്ല എന്നുള്ളത് വാസ്തവമാണ്, കയ്യിൽ കൊച്ചുപിച്ചാത്തി ഇല്ല എന്നുള്ളത് വാസ്തവമാണ്. ചെയ്യുന്ന പണി പക്ഷേ അത് തന്നെയാണ്, ആ പണി തന്നെയാണ് യഥാർത്ഥത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ അങ്ങനെ ഒരു ആരോപണമൊക്കെ എന്തുകൊണ്ടാണ് ഇപ്പോൾ ഉന്നയിക്കുന്നത്? കാരണം എല്ലാ കാലത്തും രാഷ്ട്രീയ പാർട്ടികൾ പിരിവ് നടത്തിയിട്ടുണ്ടല്ലോ. പിരിവ് നടത്താതെ രാഷ്ട്രീയ പാർട്ടികൾക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ലല്ലോ എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും ഉണ്ടാകാവുന്ന ചിന്തയാണ്. സ്വാഭാവികമാണ്, രാഷ്ട്രീയ പാർട്ടികൾ പിരിവ് നടത്തി, ജനങ്ങളിൽ നിന്ന് പിരിവ് നടത്തി അവർക്ക് പ്രവർത്തനത്തിനുള്ള ഫണ്ട് കണ്ടെത്തി തന്നെ വേണം മുന്നോട്ട് പോകാൻ. നമുക്കറിയാം, ഇവിടെ ഇപ്പോൾ നമ്മൾ കേരളത്തിൽ നിരന്തരം ചർച്ച ചെയ്യുന്ന ചില സംഗതികളുണ്ട്. ഇടതു പാർട്ടികളൊക്കെ ബക്കറ്റുമായിട്ടാണ് പിരിവിനിറങ്ങുക. പല പാർട്ടികളുണ്ട്. ഇപ്പോൾ ഈ SUCIക്കാരെയൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഏത് കവലയിലും അവരൊരു ചെറിയ പെട്ടിയുമായിട്ട് ഇങ്ങനെ പിരിവിന് നിൽപ്പുണ്ടാവും. അതുപോലെ CPM ആയിക്കോട്ടെ, CPI ആയിക്കോട്ടെ, അവരൊക്കെ ബക്കറ്റ് പിരിവ്, അവരുടെ പിരിവിൻ്റെ ഘടനയിൽ ഒരു പ്രധാനപ്പെട്ട സംഗതിയാണ് ബക്കറ്റ് പിരിവ്. മറ്റു തരത്തിലുള്ള പിരിവുകളുമുണ്ട്. ഇവിടെ നിയമപരമായി നിലനിൽക്കുന്ന എല്ലാ മാർഗത്തിലൂടെയും ഈ രാഷ്ട്രീയ പാർട്ടികൾ പിരിവ് നടത്തുന്നുണ്ട്. അപ്പോൾ അതിന് സമാനമായി മറ്റൊരു പിരിവ് മാർഗം എന്നുള്ള മട്ടിൽ ഇതിനെ കാണാൻ കഴിയുമോ? പക്ഷേ വാസ്തവം അങ്ങനല്ല. അപ്പോൾ നമ്മളൊക്കെ പലപ്പോഴും ചർച്ച ചെയ്യുന്നുണ്ട്, ഈ ബക്കറ്റും ഒക്കെ ആയിട്ട് ഇങ്ങനെ പിരിച്ചിട്ട് ഈ കാശിനൊക്കെ വല്ല കണക്കും കയ്യും ഉണ്ടോ? കൊണ്ടുപോകുമല്ലേ. നമ്മൾ ഈ 5ഉം 10ഉം കൊടുക്കുമ്പോൾ സ്വാഭാവികമായും നമ്മളതിങ്ങനെ പറയും, ഈ ഇടുന്ന കാശിന് വല്ല കണക്കും ഉണ്ടോ?
ബക്കറ്റിലേക്കല്ലേ ഇടുന്നത്. പക്ഷേ വാസ്തവം ഈ കാശിനെ കണക്കുള്ളൂ എന്നുള്ളതാണ്. ഇപ്പോൾ കറങ്ങിത്തിരിഞ്ഞ് വരുമ്പോൾ ബക്കറ്റിൽ വീണ കാശിനെ കണക്കുള്ളൂ, അതിനപ്പുറത്ത് ബോണ്ടായി പോയ കാശിന് കണക്കില്ല എന്നുള്ളതാണ് വാസ്തവം. അല്ലെങ്കിൽ എവിടെ നിന്നാണ് വന്നത്, എങ്ങനെയാണ് ഈ പിരിവ് വന്നത്, അതിൻ്റെ ഒരു ഫിഗർ നമുക്ക് ചിന്തിക്കാനാകുന്നതിനേക്കാൾ എത്രയോ വലുതാണ്. ഇപ്പോൾ BJP എന്നുള്ള രാഷ്ട്രീയ പാർട്ടിക്ക് മാത്രം കിട്ടിയിരിക്കുന്നത് 6060 കോടി രൂപയാണ്. ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് ഒരു തെരഞ്ഞെടുപ്പിനെ നേരിടാൻ തക്കവണ്ണം ആ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പുള്ള കാലത്ത് ഇലക്ട്രൽ ബോണ്ട് പരിപാടി തുടർന്നിരുന്നെങ്കിൽ ഇതേ മട്ടിൽ ഇനിയും കിട്ടിക്കൊണ്ടിരിക്കുമെന്നുള്ളതാണ്. ഇതിന് തൊട്ട് മുമ്പുള്ള കാലയളവിൽ ആ രാഷ്ട്രീയ പാർട്ടിക്ക്, രാജ്യം ഭരിക്കുന്ന രാഷ്ട്രീയ പാർട്ടിക്ക് കിട്ടിയിരിക്കുന്നത് 6060 കോടി രൂപയാണ്. 2019 ശേഷം ഇങ്ങോട്ടുള്ള കാലത്ത് മാത്രം പരിശോധിക്കുമ്പോൾ 6060 കോടി രൂപ. അതായത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ അവർ അധികാരത്തിൽ വന്നതിന് ശേഷം അവർക്ക് വിനിയോഗിക്കാൻ വേണ്ടിയിട്ട് ഈ പണം കിട്ടിയിട്ടുണ്ട് എന്നുകൂടി വേണം നമ്മൾ അതിനെ മനസ്സിലാക്കാൻ. അപ്പോൾ ആ പണം അത് പിരിവാണല്ലോ, ശരി, പിരിവിൻ്റെ ഒരു പുതിയ മാർഗം. ആ പിരിവ് ഇങ്ങനെ പണം വന്നു എന്നുള്ള നിലയ്ക്ക് നമ്മളതിനെ പരിഗണിച്ചാൽ പോരെ എന്ന് വേണമെങ്കിൽ കരുതാം. പക്ഷേ നമ്മളൊന്ന് ആലോചിക്കേണ്ടത് 1963 63 ശരിക്കും 50കളിൽ തന്നെ 50കളുടെ അവസാനം തന്നെ ഈ കുത്തകകൾ ഈ പണം മുടക്കുന്നതിനെക്കുറിച്ചുള്ള ചർച്ചകൾ ആരംഭിച്ചിട്ടുണ്ട്. ഇപ്പോൾ പലപ്പോഴും നമ്മൾ ഈ മാധ്യമങ്ങളുടെ ഈ തോന്നിയവാസത്തെക്കുറിച്ചുള്ള ചർച്ച നടക്കുന്നത് പോലെ അതും ആ കാലത്ത് ആരംഭിച്ചതാണ്. ഈ കുത്തകകളെക്കുറിച്ചുള്ള അല്ലെങ്കിൽ ഇന്നത്തെ രൂപത്തിലുള്ള കോർപ്പറേറ്റുകൾ അല്ലെങ്കിലും കോർപ്പറേറ്റുകൾ രാഷ്ട്രീയത്തിൽ ഇടപെടുന്നതിനെക്കുറിച്ചുള്ള ചർച്ചകൾ ആ കാലത്ത് തന്നെ ആരംഭിച്ചിട്ടുണ്ട്. കാരണം ഒരു ജനാധിപത്യ രാജ്യം അതിൻ്റെ ആദ്യഘട്ടത്തിൽ പിച്ച വെച്ച് തുടങ്ങുമ്പോൾ തന്നെ ഇത്തരം ചില കാര്യങ്ങൾ അതായത് രാജ്യം ഇങ്ങനെ രൂപീകൃതമാകുമ്പോൾ ചിലപ്പോൾ ഇത് മുഴുവൻ തിരിച്ചറിഞ്ഞെന്ന് വരില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഒരു നൈതികതയെക്കുറിച്ചുള്ള ചർച്ചയൊക്കെ പിന്നീട് അതിൻ്റെ ഒരു അടുത്ത ഘട്ടത്തിലാണ് പിന്നീട് ഉണ്ടാകുന്നത്. 1963 ആകുമ്പോഴേക്ക് സന്താനം കമ്മിറ്റി റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ ഈ ബോണ്ടല്ല ഈ കോർപ്പറേറ്റുകളിൽ നിന്ന്, കുത്തകകളിൽ നിന്ന് വലിയ പിരിവ് മേടിക്കുക എന്നുള്ള പരിപാടി അവസാനിപ്പിക്കാൻ തന്നെ തീരുമാനിച്ചു. ആ കാലത്ത് തന്നെ 1985 വരെ പിന്നീട് ഈ ബോണ്ട് ഈ വലിയ വൻ പിരിവ് ഈ കുത്തകകളിൽ നിന്ന് മേടിച്ചിട്ടില്ല. അതിലേക്ക് പോകുന്ന ഒരു കഥയുണ്ട്. അത് ഭയങ്കര രസകരമായ ഒരു സംഗതിയാണ്. കാരണം ഇന്നത്തെ ഈ അംബാനിയും അദാനിയും അന്നില്ല, പക്ഷേ അന്ന് ടാറ്റയും ബിർളയും ഉണ്ട്. രാജ്യത്തെ പ്രധാന കുത്തകകളായി ടാറ്റ, ബിർള പോലുള്ള സ്ഥാപനങ്ങളുണ്ട്. അപ്പോൾ 1957 ഈ ടാറ്റയുടെ ബാലൻസ് ഷീറ്റും മറ്റ് രേഖകളും വന്നപ്പോൾ ടാറ്റയിൽ തന്നെയുള്ള ഒരു ഓഹരി ഉടമ ഇത് പരിശോധിക്കുമ്പോൾ കൃത്യമായി ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് വൻ തുക സംഭാവന കൊടുത്തിരിക്കുന്ന വിവരങ്ങൾ കിട്ടുന്നു. അത് ജയന്തി ലാൽ എന്ന് പറയുന്ന വ്യക്തിയാണ്. അയാൾക്ക് ഈ പറയുന്ന സംഭാവന സംബന്ധിച്ചുള്ള ഈ കണക്ക് കിട്ടുകയാണ്. കണക്ക് കിട്ടി കഴിയുമ്പോൾ അതായത് അത്ര പരസ്യമായി തന്നെയാണ് കാര്യങ്ങൾ അന്ന് നടക്കുന്നത്. പരസ്യമായി തന്നെ ഇപ്പോൾ അന്ന് കോൺഗ്രസ്സിനാണ് ഭരിക്കുന്ന പാർട്ടി, കോൺഗ്രസ്സാണ്, മൃഗീയ ഭൂരിപക്ഷമുണ്ട് കോൺഗ്രസ്സിന്. അപ്പോൾ കോൺഗ്രസ്സിനാണ് ഈ സംഭാവന ചെല്ലുന്നത്. സ്വാഭാവികമായും ഇതിങ്ങനെ പറ്റത്തില്ലല്ലോ. ഞങ്ങളുടെ പൈസ ഞങ്ങളോട് ചോദിക്കാതെ എങ്ങനെയാണ് കമ്പനി എടുത്ത് ഈ കോൺഗ്രസ്സിന് കൊടുക്കുന്നത്, ഭരണ പാർട്ടിക്ക് കൊടുക്കുന്നത് എന്നുള്ള ചോദ്യവുമായിട്ടാണ് ഇദ്ദേഹം കോടതിയെ സമീപിക്കുന്നത്. ഈ കോടതിയിൽ ടാറ്റയുടെ വക്കീൽ വളരെ ആത്മാർത്ഥമായി പറഞ്ഞത് അന്ന് ഇതിപ്പോൾ ഭരിക്കുന്ന പാർട്ടി കോൺഗ്രസ് അല്ലേ, അപ്പം ഞങ്ങൾ അവർക്ക് സംഭാവന കൊടുത്തേ മതിയാകൂ, കമ്പനിയുടെ സുഗമമായ മുന്നോട്ട് പോക്കിന് ഞങ്ങൾക്ക് ഈ സംഭാവന കൊടുത്തേ മതിയാവുള്ളൂ എന്ന് സത്യസന്ധമായി അന്ന് പറഞ്ഞു. കാരണം അന്ന് ഈ മട്ടിൽ ഈ കുത്തകകളുടെ ഈ ഇടപെടലിനെക്കുറിച്ചോ അവരുടെ രാഷ്ട്രീയത്തിലുള്ള ഇടപെടലിനെക്കുറിച്ചോ അവരുടെ അഴിമതിയെക്കുറിച്ചോ ഉള്ള ചർച്ചകളും അതിൻ്റെ നൈതികതയും ഒന്നും ഈ മട്ടിൽ ചർച്ചയായിട്ടില്ല. അപ്പോൾ ഈ പറഞ്ഞ ജയന്തിലാൽ ചോദിച്ച ചോദ്യത്തിന് കോടതിയിൽ ഈ ടാറ്റയുടെ വക്കീൽ തന്നെ കൊടുക്കുന്ന മറുപടി അന്ന് ഇതാണ്. സ്വാഭാവികമല്ലേ, ഇതിങ്ങനെയല്ലേ എന്നുള്ളത്. ആ ചോദ്യം അങ്ങനെ തന്നെ നിലനിൽക്കുകയാണ് അവിടെ കേട്ടോ. അതുകൊണ്ട് ഈ കുത്തകകളുടെ ഇടപെടലോ അവരുടെ കള്ളപ്പണം രാഷ്ട്രീയ പാർട്ടികളിലേക്ക് ഒഴുക്കുന്നതോ ഒന്നും അവസാനിച്ചിട്ടില്ല. പിന്നീടും ഈ പിരിവ് തുടർന്നു എന്നുള്ളതാണ്. അതായത് ഇതിൻ്റെ ഈ കമ്പനികൾക്ക് നേരിട്ട് പണം കൊടുക്കാവുന്ന ഒരു സാഹചര്യം 1985 വരെ ഇല്ലാതായെങ്കിൽ ഈ 1985 വരെ ഉള്ള കാലം കൊണ്ടാണ് രാഷ്ട്രീയത്തിൽ വലിയ ക്രിമിനൽ വൽക്കരണം ഉണ്ടായത്. അത് നേരത്തെ ഈ പറഞ്ഞ ചന്തപ്പിരിവുകാരെ പോലെ ആളുകളെ നിയോഗിച്ചു രാഷ്ട്രീയ പാർട്ടികൾ. ഈ പറയുന്ന അന്നത്തെ ഭരണത്തിലിരിക്കുന്ന പാർട്ടികളൊക്കെ തന്നെയാണ് അതിനാളെ നിയോഗിച്ചത്, പിരിച്ച് കാശ് വരണം എന്നുള്ളത്. ഈ പിരിവുകാർ തന്നെ ഒരു ഘട്ടത്തിൽ കുറേ കഴിഞ്ഞപ്പോൾ ഈ രാഷ്ട്രീയ പാർട്ടികൾക്ക് വേണ്ടി നമ്മൾ ഇറങ്ങിപ്പിരിക്കുന്നു, എങ്കിൽ പിന്നെ നമുക്ക് തന്നെ രാഷ്ട്രീയ നേതാക്കളായി കൂടെ, വേഷം മാറിയാൽ മതിയല്ലോ, മുണ്ടഴിച്ച് ഈ പറഞ്ഞ കൈലി അഴിച്ചു വെച്ചിട്ട് അവർ കുർത്തയും ഒക്കെ ധരിച്ച് അവർ ഈ പറയുന്ന പിരിവിലേക്ക് ഇറങ്ങി തിരിച്ചു.
ഇതൊക്കെ എന്താണ്, ഭരണത്തിൻ്റെ ആനുകൂല്യം പറ്റുന്ന രാഷ്ട്രീയ പാർട്ടികളാണ് ആ കാലത്തെല്ലാം ഇത്തരത്തിലുള്ള ഇടപെടൽ നടത്തി. അങ്ങനെയാണ് നമ്മൾ ഈ പറയുന്ന ബീഹാർ മോഡൽ, ഉത്തർപ്രദേശ് മോഡൽ ഒക്കെ ഉണ്ടായത്. രാഷ്ട്രീയത്തിൽ വലിയ ക്രിമിനൽ വൽക്കരണം ഉണ്ടാകുന്നത് ആ കാലത്ത് അങ്ങനെയാണ്. അതിനുശേഷം പിന്നീട് 1985 ആകുമ്പോഴേക്ക് ഈ കോർപ്പറേറ്റുകളുടെ കയ്യിൽ നിന്ന് തീരെ പണം പറ്റാത്ത ഒരു സാഹചര്യം രാഷ്ട്രീയ പാർട്ടികളുടെ പ്രവർത്തനത്തിന് തന്നെ കുഴപ്പമാകുന്നു. ഈ ക്രിമിനൽ വൽക്കരണത്തെ തടയേണ്ടതുണ്ട്. വലിയ തുക ആ നിലയ്ക്ക് വന്നാൽ നമുക്ക് ഈ ക്രിമിനൽ വൽക്കരണത്തെ ഒരു പരിധിവരെ തടുത്തു നിർത്താൻ കഴിയുമെന്നൊക്കെയുള്ള ആലോചനയുടെ തുടർച്ചയിലാണ് പിന്നെ ഈ ബോണ്ടല്ല പിരിവ് വാങ്ങിക്കാൻ തീരുമാനിക്കുന്നത്. അതായത് 3 വർഷത്തെ ഒരു കമ്പനിയുടെ പ്രവർത്തന ലാഭത്തിൻ്റെ 5% മേടിക്കാമെന്നാണ് അന്ന് തീരുമാനിക്കുന്നത്. 85-ൽ 5%. അത് അവിടുന്ന് പോന്ന് 87 ആകുമ്പോഴേക്ക് അത് കുറച്ചുകൂടി വർദ്ധിപ്പിച്ചു. ഈ പറയുന്ന 5% എന്നുള്ളത് 5% അവിടുന്ന് 2013 ആകുമ്പോഴേക്ക് 2013 വരെ 5% എന്നുള്ളത് തുടർന്നു. 2013 ആയപ്പോൾ കുറച്ചുകൂടി പൈസ കൂട്ടണം. അങ്ങനെ അത് 7.5% ആക്കി. പിന്നെയും പ്രശ്നമുണ്ടായി. അതാണ് ഈ ബോണ്ടിലേക്ക് പോകുന്നതിന് തൊട്ട് മുമ്പുണ്ടാകുന്ന സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ കാലത്തെല്ലാം ഈ പറയുന്ന കേന്ദ്രത്തിലെ ഭരണ പാർട്ടികൾ ആരുമായിക്കോട്ടെ അവർ ഒറ്റക്കെട്ടായി ഈ പിരിവിനെ എല്ലാം അനുകൂലിച്ചിരുന്നു. ഈ ആരോപണങ്ങളെല്ലാം എതിർക്കാൻ ഇവരെല്ലാം ഒറ്റക്കെട്ടായിരുന്നു. അതാണ് വേറൊരു കാര്യം. അന്ന് ആ സമയത്താണ് ഈ ഇലക്ട്രൽ ട്രസ്റ്റുകളുടെ വരവ്. ഈ കോർപ്പറേറ്റുകൾക്ക് അവരുടെ പണം ഒഴുക്കാനുള്ള ഒരു സമാന്തര മാർഗമായി ഇലക്ട്രൽ ട്രസ്റ്റുകൾ രൂപീകരിച്ചു. അതും ടാറ്റയാണ് തുടങ്ങുന്നത്. ആദ്യം ടാറ്റയാണ് തുടങ്ങുന്നത് ഇലക്ട്രൽ ട്രസ്റ്റ്. ആ ട്രസ്റ്റ് വഴി പണം രാഷ്ട്രീയ പാർട്ടികൾക്ക് പോവുക എന്നുള്ളത്. അതിനുശേഷം അദാനി രൂപീകരിച്ചു. അദാനിയുടെ ട്രസ്റ്റിനെതിരെയാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ ആരോപണം നിലനിൽക്കുന്നത്. അദാനി രൂപീകരിച്ചു. മറ്റ് കോർപ്പറേറ്റുകളെല്ലാം ഇത്തരത്തിലുള്ള ട്രസ്റ്റുകൾ, എയർടെൽ രൂപീകരിച്ചു. ഇവരെല്ലാം ട്രസ്റ്റുകൾ രൂപീകരിച്ചു. ആ ട്രസ്റ്റുകൾ വഴിയാണ് പിന്നീട് പണം പോവുക. അതായത് കമ്പനി നേരിട്ട് ഇതിൽ ഇടപെടുന്നില്ല. കമ്പനി മറ്റൊരു മാർഗം സ്വീകരിച്ചുകൊണ്ട് അതുവഴി ഈ രാഷ്ട്രീയ പാർട്ടികൾക്ക് പണം കൊടുക്കാനുള്ള ഒരു മാർഗം ഉണ്ടാക്കിയിരിക്കുന്നു എന്നുള്ളതായിരുന്നു അതിൻ്റെ സംഗതി. അപ്പോഴും ഒരു പ്രശ്നമുണ്ടായി. അന്ന് കൃത്യമായി നിയമത്തിൽ പറയുന്നുണ്ട്, വിദേശ കമ്പനികൾക്ക് ഒരു തരത്തിലും ഇന്ത്യയിലെ രാഷ്ട്രീയ പാർട്ടികൾക്ക് സംഭാവന കൊടുക്കാൻ പാടില്ല എന്ന് തന്നെ പറയുന്നുണ്ട്. ഇതിൻ്റെ കാരണം ഏതെങ്കിലും തരത്തിൽ വിദേശ രാജ്യങ്ങളുടെ താല്പര്യങ്ങൾക്ക് ഇന്ത്യയിലെ പോളിസിയിൽ ഇടപെടാനുള്ള ഒരു മാർഗം ഉണ്ടാക്കി കൊടുക്കുന്നത് സ്വാഭാവികമായും ഈ പറയുന്ന സംഭാവന എന്നുള്ള മാർഗത്തിലൂടെ തന്നെയായിരിക്കും. അതുകൊണ്ടാണ് വിദേശ കമ്പനികളുടെ പണം ഈ രാഷ്ട്രീയ പാർട്ടികൾ പറ്റാൻ പാടില്ല എന്നുള്ളത്. വിദേശ കമ്പനികളുടെ മാത്രമല്ല, വിദേശ കമ്പനികളുടെ ഉപകമ്പനികളോ അവരുടെ സബ്സിഡിയറിയോ അവരുമായി സഹകരിക്കുന്നവരോ ഒക്കെ ആയിട്ടുള്ള കമ്പനികളിൽ നിന്ന് നേരിട്ട് പണം പറ്റാൻ പാടില്ല എന്ന് കൃത്യമായി പറയുന്നുണ്ടെന്ന് നിയമത്തിൽ. കാരണം നമ്മളിപ്പോൾ ആലോചിച്ച് നോക്കൂ, ഇന്ത്യയുടെ നയത്തിൽ ഏതെങ്കിലും തരത്തിൽ ഇപ്പോൾ ഇന്ത്യയെ ആക്രമിക്കുന്ന ധാരാളം ഭീകര സംഘടനകളുണ്ട്. അവരുടെയൊക്കെ പണം, ഈ കള്ളപ്പണം ഏതെങ്കിലുമൊക്കെ വിദേശ രാജ്യത്താണ് പോർട്ട് ചെയ്തിട്ടുണ്ടാവുക. അവിടെ നിന്ന് ഏതെങ്കിലും ഒരു ഷെൽ കമ്പനി വഴി ഇന്ത്യയിലെ ഒരു രാഷ്ട്രീയ പാർട്ടിയെ സമ്പൂർണ്ണമായി വിലക്കെടുക്കാൻ തീരുമാനിച്ചുകൊണ്ട് ഈ പണം ഇവിടെ എത്തിച്ചാൽ അവരുടെ താല്പര്യം ഏതെങ്കിലും ഒരു തീവ്രവാദ സംഘടനയുടെയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു കോർപ്പറേറ്റ് കമ്പനിയുടെയോ ആണെന്ന് തിരിച്ചറിയാനുള്ള ബോധമൊന്നും ഈ പറയുന്ന രാഷ്ട്രീയ പാർട്ടികൾക്ക് ഒരുപക്ഷെ ഉണ്ടായിക്കൊള്ളണമെന്നില്ല. കാരണം ചില വിഷയങ്ങളിൽ ചില നയപരമായ നിലപാട് സ്വീകരിക്കണമെന്നോ ചില നിയമങ്ങളിൽ ചില മാറ്റം വരുത്തണമെന്നോ ഒക്കെയുള്ള താല്പര്യമായിരിക്കും അവർ മുന്നോട്ട് വയ്ക്കുക. 10,000 കോടി രൂപ ഒരു കമ്പനിയുടെ കയ്യിൽ നിന്ന് കൈപ്പറ്റിയതിന് ശേഷം ആ കമ്പനിയുടെ താല്പര്യങ്ങൾക്കനുസരിച്ച് തന്നെയാവും ഇവർ പ്രവർത്തിക്കുക എന്നുള്ളതിന് നിസ്സംശയം ഇപ്പോൾ നമുക്ക് ഉദാഹരണം പറയാം. കാരണം 5 കോടിയും 6 കോടി മുതൽ 50 കോടി വരെ കൈപ്പറ്റിക്കൊണ്ട് കൃത്യമായ ഇടപെടൽ, ഈ ഇലക്ട്രൽ ബോണ്ടിൻ്റെ വിവരങ്ങളിലൂടെ തന്നെ നമുക്ക് മനസ്സിലാവും, കൃത്യമായ ഇടപെടൽ കേന്ദ്ര സർക്കാർ പല കമ്പനികൾക്കും വേണ്ടി നടത്തിയിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് പകൽ പോലെ വ്യക്തമാണ്. അപ്പോൾ അതുകൊണ്ട് രാജ്യത്തിൻ്റെ താല്പര്യങ്ങളിൽ ഏതെങ്കിലും തരത്തിലുള്ള ഇടപെടൽ ഇതുപോലെ പുറത്തു നിന്നുണ്ടാവരുത് എന്നുള്ളത് കൊണ്ടാണ് ആ നിയമം അങ്ങനെ നിലനിന്നത്. പക്ഷേ സംഭവിച്ചത് എന്താണെന്നറിയാമോ? സ്റ്റെർലൈറ്റിൻ്റെ പണം, വേദാന്തയുടെ പണം കൃത്യമായി ഇവിടെ കോൺഗ്രസിനും BJPക്കും ലഭിച്ചുകൊണ്ടിരുന്നു. അത് വീണ്ടും കേസായി. നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും, അത് കഴിഞ്ഞ 10-11 വർഷമായിട്ടുള്ളൂ ആ കേസുകൾ വന്നിട്ട്, 10-12 വർഷമായിട്ടുള്ളൂ. സ്റ്റെർലൈറ്റിൻ്റെ പണം വരുന്നു, വിദേശ പണം വരുന്നു. ഒരു ബ്രിട്ടീഷ് കമ്പനിയുടെ പണം ഇന്ത്യയിൽ ഇങ്ങനെ രാഷ്ട്രീയ പാർട്ടികൾ എടുത്ത് കൈകാര്യം ചെയ്യുന്ന നിലയിലേക്ക് അവർക്ക് സംഭാവനയായി വരുന്നു എന്നുള്ള പ്രശ്നം ഉണ്ടായപ്പോൾ കോടതിയിൽ പോയി. കോടതിയിലന്ന് ഒരുമിച്ച് വാദിക്കുകയാണ്. അന്ന് ഒറ്റക്കെട്ടായിട്ടൊന്ന് BJPയും കോൺഗ്രസും ഉണ്ട് ഈ വിഷയം വാദിക്കാൻ വേണ്ടി. ഇതിൽ ഈ പണം വരണം എന്നുള്ള സംഗതി വാദിക്കാൻ വേണ്ടി. അന്ന് ആശ്വസിപ്പിച്ച് കൂടെ നിൽക്കുകയാണ് ഇന്ന് ഈ പറയുന്ന രാഷ്ട്രീയ പാർട്ടികളുടെ നേതാക്കൾ പരസ്പരം. ഈ രാഷ്ട്രീയ പാർട്ടിയുടെ പ്രവർത്തനത്തിന് ഈ ഫണ്ട് ആവശ്യമാണ്, അതുകൊണ്ട് ഈ പണം വരേണ്ടതുണ്ട് എന്നുള്ളത്.
അതായത് ഒരു തരത്തിലും ഒന്ന് പിരിച്ചെടുക്കാൻ, ഇപ്പം നമുക്ക് ഒരു അധ്വാനമുണ്ടല്ലോ, ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ പ്രവർത്തനം എന്ന് പറയുമ്പോൾ ആളുകൾക്കിടയിൽ ഇറങ്ങി ബക്കറ്റ് പിരിവെങ്കിൽ ബക്കറ്റ് പിരിവ്, അല്ലാത്ത പിരിവെങ്കിൽ അല്ലാത്ത പിരിവ്, ഇതിനൊരു മനുഷ്യാധ്വാനം ഉണ്ടല്ലോ. ആ അധ്വാനം പോലും വേണ്ട, വളരെ സുഖമായിട്ടിരുന്നാൽ മതി, പൈസ ഇങ്ങോട്ട് വരും എന്നുള്ള മട്ടിലാണ് ഇവർ പൊയ്ക്കൊണ്ടിരുന്നത്. അത് നിലനിർത്താൻ വേണ്ടിയിട്ടുള്ള പോരാട്ടമാണ്, അല്ലാതെ അധ്വാനിക്കാനുള്ള ഒരു താല്പര്യവും ഇല്ല. അല്ലെങ്കിൽ അതിനുവേണ്ടി നമ്മുടെ പദ്ധതി, നമ്മുടെ നയങ്ങൾ, നിലപാടുകൾ ജനങ്ങളോട് പറഞ്ഞ് ജനങ്ങളിൽ നിന്ന് ആ പണം എടുത്ത് മുന്നോട്ട് പ്രവർത്തിച്ചു പോകാനുള്ള ഒരു പരിപാടിയും ഇല്ല, ഒരു പദ്ധതിയുമില്ല. അതിന് പകരം ഇങ്ങനെ പണം വരണം, അത് ഏത് വിദേശ കമ്പനിയുടെ ആയിക്കോട്ടെ, ആ പണം വരണം എന്നുള്ള താല്പര്യത്തിലാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. അവസാനം കോടതി കർശനമായി പറയുകയാണ് അത് പറ്റില്ല എന്ന്. അപ്പോൾ എന്താ ചെയ്തതെന്നറിയോ? നിയമം അങ്ങ് മാറ്റി എഴുതി. എന്തിനാണ് ഇതിനെക്കുറിച്ച് കൂടുതൽ ഇനിയിപ്പോൾ ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ലല്ലോ, നിയമം തന്നെ അങ്ങ് പൊളിച്ചാൽ. അതാണ് ഒരു സമഗ്രാധിപത്യ സർക്കാരിൻ്റെ. ഇപ്പോൾ ഈ CAA വിഷയത്തിൽ നമ്മൾ കണ്ടതുപോലെ ഈ വിഷയത്തിൽ നിയമം അങ്ങ് പൊളിക്കുക എന്നുള്ളതാണ് ഘട്ടം ഘട്ടം. ഇപ്പോൾ നമ്മൾ തൊട്ടടുത്ത് ഈ 4 നിയമങ്ങളുടെ പൊളിച്ചെഴുത്താണ് നമ്മൾ ഈ ബോണ്ട് വിഷയത്തിൽ കാണുന്നതെങ്കിലും അതിലേക്ക് എത്തുന്നതിന് മുമ്പ് അവർ പല നിയമങ്ങളും മാറ്റിയിട്ടുണ്ട്. അതിനെ ഒരു തരത്തിലും ചോദ്യം ചെയ്യപ്പെടാതിരിക്കാൻ പറ്റാവുന്ന പല പൊളിച്ചെഴുത്തും നിയമങ്ങളിൽ ഇവർ നടത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. അങ്ങനെ നിയമം മാറ്റുന്നു. അതിനുശേഷമാണ് ഈ പറയുന്ന തെരഞ്ഞെടുപ്പ് രംഗത്തെ സകല അഴിമതികളും കള്ളപ്പണത്തിൻ്റെ ഒഴുക്കും എല്ലാം അവസാനിപ്പിക്കുന്നതിന് വേണ്ടി എന്ന് പറഞ്ഞുകൊണ്ട് ജെയ്റ്റ്ലി, മുൻ ധനകാര്യമന്ത്രിയായിരുന്ന അരുൺ ജെയ്റ്റ്ലി ഒരു ഫിനാൻസ് ബില്ലിലൂടെ ഈ പറയുന്ന ബോണ്ട്, ഇലക്ട്രൽ ബോണ്ട് എന്നുള്ള പരിപാടി നടപ്പാക്കുന്നത്. ഇത് നടപ്പാവുമ്പോൾ മറ്റു മാർഗങ്ങൾ നിരോധിച്ചിട്ടോ വേണ്ടെന്ന് വെച്ചിട്ടോ ഇല്ല. ഇപ്പം നമുക്കറിയാം അദാനിയുടെ പണം ഏറ്റവും കൂടുതൽ വന്നിട്ടുള്ളത് ട്രസ്റ്റ് വഴിയും നേരിട്ടുള്ള സംഭാവനയും ഒക്കെയാണ്. മേഘ കൺസ്ട്രക്ഷൻസിൻ്റെ ഏറ്റവും കൂടുതൽ, ഇപ്പോൾ ഇതിനകത്ത് ഏറ്റവും വലിയ ആരോപണ വിധേയരായിരിക്കുന്ന മേഘ കൺസ്ട്രക്ഷൻസ് ഇതിനേക്കാൾ കൂടുതൽ പൈസ ട്രസ്റ്റ് വഴിയും നേരിട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ നമ്മൾ ബോണ്ടിൻ്റെ കാര്യമേ പറയുന്നുള്ളൂ. ഇതല്ലാതെ BJPക്ക് നേരിട്ട് പണം ഏറ്റവും കൂടുതൽ കൊടുത്തിട്ടുള്ള കോർപ്പറേറ്റ് കമ്പനി മേഘ കൺസ്ട്രക്ഷൻസ് ആണ്. മേഘ കൺസ്ട്രക്ഷൻസ് എന്ന് പറയുമ്പോൾ ഇതിൻ്റെ അഴിമതിയുടെ ഒരു അടരുകൾ നമ്മൾ നോക്കിപ്പോയാൽ ഇത് 40 മിനിറ്റിലോ 50 മിനിറ്റിലോ 60 മിനിറ്റിലോ പറഞ്ഞ് അവസാനിപ്പിക്കാനൊന്നും പറ്റുന്നതിനപ്പുറത്താണ്. കാരണം ഓരോ കമ്പനിക്കും ഓരോ അഴിമതിയുടെ കഥ പറയാനുണ്ട് എന്നുള്ളതാണ്. ഇപ്പോൾ അതിലേക്ക് നമ്മൾ കൂടുതൽ കടന്നു ചെല്ലുമ്പോൾ ഒരവസ്ഥ. 2750 കോടി രൂപ BJPക്ക് മാത്രം കൊടുത്തിട്ടുള്ള കമ്പനികൾ എന്ന് പറയുന്നത് എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിൻ്റെയോ അല്ലെങ്കിൽ ഈ പറയുന്ന ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെയോ CBIയുടെയോ നടപടിക്ക് വിധേയരായവരാണ്. ഈ പണം അവിടേക്ക് എത്തിയിരിക്കുന്നത് ഈ നടപടി ആരംഭിച്ച് ഏതാണ്ട് ഈ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിൻ്റെയോ CBIയുടെയോ ഒക്കെ നടപടി ആരംഭിച്ച് ഏതാനും ദിവസങ്ങൾക്കുള്ളിലാണ്. ഒരു മാസം പോലും തികയ്ക്കുന്നതിന് മുമ്പ് ഈ തുക അവർക്ക് എത്തുന്നു എന്നുള്ളതാണ്. ചെറിയൊരു തുകയല്ല. ഒരു ഇന്ത്യൻ സാഹചര്യത്തിൽ ഒരു തെരഞ്ഞെടുപ്പിനെ സമ്പൂർണ്ണമായി നേരിടാൻ ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് അത്രയും പൈസ വേണ്ട. അപ്പോൾ അതിനേക്കാൾ കൂടുതൽ പൈസയാണ് ഞാൻ നേരത്തെ പറഞ്ഞ ചന്തപ്പിരിവിലൂടെ കേന്ദ്ര സർക്കാരിനെ നയിക്കുന്ന BJP ഉണ്ടാക്കിയിരിക്കുന്നത് എന്നുള്ളതാണ്. കാരണം ഈ കോർപ്പറേറ്റ് കമ്പനികളെ വിരട്ടി മേടിച്ചിരിക്കുകയാണ്. ഇത് ഒരു മാർഗ്ഗമാണ്. ഇത് പല മാർഗ്ഗങ്ങളിൽ ഒന്ന് മാത്രമാണ്. ഈ കോർപ്പറേറ്റ് കമ്പനികളെ വിരട്ടിയിട്ട് അവിടെ റെയ്ഡ് നടത്തിയിട്ട് ഒക്കെ ഈ പൈസ മേടിച്ച് എടുക്കുക എന്നുള്ളത്. നമുക്ക് വളരെ പരിചിതനായിട്ടുള്ള സാന്റിയാഗോ മാർട്ടിനാണ് ഇതിൽ ഒന്നാമത്. സാന്റിയാഗോ മാർട്ടിൻ്റെ പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ കമ്പനിയുടേത് 10 കോടി രൂപയാണ്. സാന്റിയാഗോ മാർട്ടിൻ ഈ ഇലക്ട്രൽ ബോണ്ട് മേടിച്ചിരിക്കുന്നത് 1362-68 കോടി രൂപയ്ക്കാണ് ഇലക്ട്രൽ ബോണ്ട് മേടിച്ചിരിക്കുന്നത്. അതാണ് ആ കമ്പനിയുടെ അവസ്ഥ. കോയമ്പത്തൂർ ആസ്ഥാനമായിട്ടുള്ള കമ്പനിയാണ്. ഈ തോമസ് ഐസക്കുമായിട്ട് വലിയ പോരാട്ടത്തിലാണ്. തോമസ് ഐസക്കിനെ എങ്ങനെയെങ്കിലും ഗാങ്ടോക്കിലേക്ക് പറഞ്ഞു വിടണമെന്നുള്ള വാശിയിൽ പണിയെടുത്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ കേസൊക്കെ കൊടുത്തിട്ട് സാന്റിയാഗോ മാർട്ടിൻ. അപ്പോൾ ഈ സാന്റിയാഗോ മാർട്ടിൻ്റെ കമ്പനി 1360 കോടിക്ക് മേൽ തുകയ്ക്കുള്ള ബോണ്ട് മേടിക്കുകയാണ്. ആ കമ്പനിയുടെ ലാഭം എത്രയാണെന്നറിയാമോ? 250-260 കോടി രൂപയാണ് ആ കമ്പനിയുടെ മൊത്തം ലാഭം അവർ അവതരിപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ പണം ഏതാണ്? ഈ പണമാണ് കള്ളപ്പണം. ഒരു കാര്യം സത്യമാണ്, കള്ളപ്പണം ഇന്ത്യയിലേക്ക് കൊണ്ടുവരും എന്ന് പ്രധാനമന്ത്രി പറഞ്ഞത് നടപ്പാക്കി. പക്ഷേ അത് BJPയുടെ പോക്കറ്റിലേക്കാണ് എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത്. ഇത് കള്ളപ്പണമല്ലാതെ മറ്റെന്താണ്? ഈ കള്ളപ്പണമാണ് കൃത്യമായി പോക്കറ്റിലേക്ക് എത്തിയത്. ഇതൊരു മാർഗം. ഇത് ഈ പറഞ്ഞത് ഒരു EDI വിട്ട് വിരട്ടിയിട്ട് സാന്റിയാഗോ മാർട്ടിൻ്റെ 400 കോടി പിടിച്ചു വെച്ചിട്ടാണ് ഈ പൈസ മേടിച്ചെടുത്തത്. ഈ പൈസ മുഴുവനല്ല കേട്ടോ, അവർ 60 കോടി എങ്ങാണ്ടാണ് കൂടുതൽ DMKക്കാണ് കൊടുത്തത്. ഈ ഭരണ പാർട്ടികൾക്കെല്ലാം ഈ പ്രയോജനം ലഭിക്കും. അത് വേണ്ട എന്ന് തീരുമാനിച്ച രാഷ്ട്രീയ പാർട്ടികൾ യഥാർത്ഥത്തിൽ അത് പരസ്യമായി നേരത്തെ ഇപ്പോൾ കിട്ടാത്ത പലരും ഞങ്ങൾക്കൊക്കെ വേണ്ടെന്ന് ഞങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട്. പക്ഷേ വേണ്ട എന്ന് തീരുമാനിച്ച 4 രാഷ്ട്രീയ പാർട്ടികളേ ഉള്ളൂ. അത് പ്രഖ്യാപിച്ച 4 രാഷ്ട്രീയ പാർട്ടികളേ ഉള്ളൂ. ഒന്ന് CPM, ഒന്ന് CPI, ഒന്ന് ഫോർവേഡ് ബ്ലോക്ക്, ഒന്ന്
CPIML, ഈ 4 രാഷ്ട്രീയ പാർട്ടികളെ നേരത്തെ തന്നെ ഇത് പറഞ്ഞിട്ടുള്ളൂ. ബാക്കി കിട്ടാത്തവരൊക്കെ ഇപ്പം ഈ പറയുന്നത് പോലെ ഞങ്ങളും വേണ്ടെന്ന് നേരത്തെ പറഞ്ഞിട്ടുണ്ട് എന്ന് പലരും പറയുന്നുണ്ട്. 20 രാഷ്ട്രീയ പാർട്ടികൾക്ക് ഈ ബോണ്ട് കൊടുക്കുമ്പോൾ ആ 20 രാഷ്ട്രീയ പാർട്ടികളിൽ ഒരൊറ്റ രാഷ്ട്രീയ പാർട്ടി ഇതിൻ്റെ പകുതി കൊണ്ടുപോയി. 48% പോകുന്നത് BJPക്ക് മാത്രമാണ്. ബാക്കിയാണ് 19 രാഷ്ട്രീയ പാർട്ടികൾക്കായി വീതിച്ചു പോകുന്നത്. പക്ഷേ പച്ച നുണ നമ്മുടെ എല്ലാം മുഖത്ത് നോക്കിയിട്ട് ഇന്ത്യ ടുഡേയുടെ കോൺക്ലേവിൽ പോയിരുന്നിട്ട് അമിത്ഷാ പറഞ്ഞു. അമിത്ഷായ്ക്ക് നുണ പറയുന്നത് ഒരു പുതിയ കാര്യമല്ലാത്തതുകൊണ്ട് പ്രശ്നമല്ല, പക്ഷേ നമുക്കതൊരു പ്രശ്നമാണല്ലോ. അമിത്ഷാ അവിടെ ഇരുന്ന് പറഞ്ഞത് ഇലക്ട്രൽ ബോണ്ടിനെ കുറിച്ചുള്ള ചോദ്യം വരുമ്പോൾ അമിത്ഷാ പറയുന്നത് 20,000 കോടി രൂപയാണ് ഇലക്ട്രൽ ബോണ്ട് വഴി വന്നത്. അന്ന് ഈ കണക്ക് പുറത്തു വരുമെന്ന് അമിത്ഷാ പോലും വിചാരിച്ചിട്ടില്ല. അതുകൊണ്ടാണ് 20,000 കോടി, അതായത് ADRൻ്റെ ആദ്യത്തെ കണക്ക് വരുന്നു, ADR അവരുടെ റിപ്പോർട്ട് കൊടുക്കുന്നു, അത് സംബന്ധിച്ചുള്ള ചർച്ചകൾ ഉണ്ടാകുന്നു. ഇങ്ങനെ ഈ പറഞ്ഞ പോലെ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിൻ്റെയൊക്കെ റെയ്ഡ് നേരിടുന്ന കമ്പനികളാണ് ഏറ്റവും കൂടുതൽ ഇലക്ട്രൽ ബോണ്ട് കൊടുത്തിട്ടുള്ളതെന്ന് പറയുമ്പോൾ അതിനെ നേരിടാൻ വേണ്ടി അമിത്ഷാ ഇറങ്ങിയിട്ട് പറയുകയാണ് 20,000 കോടി രൂപയാണ് കിട്ടിയിട്ടുള്ളത്. രാജ്യത്തിൻ്റെ ആഭ്യന്തരമന്ത്രിയാണ് പറയുന്നത്. നമ്മൾ വിശ്വസിക്കുകയല്ലേ? ഞാൻ വിശ്വസിക്കില്ല, നമ്മളാരും വിശ്വസിക്കില്ല. ഞാൻ വെറുതെ അങ്ങ് ഒരു ഒഴുക്കനങ്ങ് പറഞ്ഞതേ ഉള്ളൂ. പക്ഷേ അമിത്ഷാ പറയാണ് 20,000 കോടി രൂപയാണ് വന്നത്, അതിൽ 6,000 കോടി മാത്രമേ BJPക്ക് കിട്ടിയുള്ളൂ. പറഞ്ഞ കണക്ക് കറക്റ്റാണ്, 6,000 കോടി കിട്ടിയിട്ടുണ്ടായിരുന്നു, ആ കണക്ക് കൃത്യമായിട്ട് വന്നു. പക്ഷേ 20,000 കോടി അല്ല വന്നത്. 20,000 കോടിയിൽ 6,000 കോടി ഞങ്ങൾക്ക് കിട്ടി, ബാക്കി 14,000 കോടിയാണ് ഇവിടെയുള്ള പ്രതിപക്ഷ പാർട്ടികൾ മേടിച്ചിരിക്കുന്നത്. അത്രയും മാത്രമല്ല പറയുന്നത്, മിക്കവാറും എല്ലാ സംസ്ഥാനങ്ങളും ഭരിക്കുന്ന ഏറ്റവും അധികം ജനപ്രതിനിധികൾ കയ്യിലുള്ള രാജ്യം ഭരിക്കുന്ന രാഷ്ട്രീയ പാർട്ടിയായ ഞങ്ങൾക്ക് വെറും 6,000 കോടി, ബാക്കി 14,000 കോടി ഇവിടുത്തെ പ്രതിപക്ഷ പാർട്ടികൾക്ക് ആകെപ്പാടെ ഒന്നോ ഒറ്റയോ അംഗങ്ങളുള്ള പ്രതിപക്ഷ പാർട്ടികൾക്ക് 14,000 കോടി എന്ന് പറഞ്ഞു. പത്രങ്ങളിൽ പിറ്റേ ദിവസം വെണ്ടയ്ക്ക തലക്കെട്ട്, അന്ന് തന്നെ ടെലിവിഷൻ ചാനലുകളിൽ വെണ്ടയ്ക്ക തലക്കെട്ട് എന്താണ്, അമിത്ഷാ പ്രതിപക്ഷത്തെ തൂഫാനാക്കി എന്താണ് ആഞ്ഞടിച്ചു, ഇതിൻ്റെ ഇലക്ട്രൽ ബോണ്ടിൻ്റെ കണക്കൊക്കെ പുറത്തു വിട്ടു അമിത്ഷാ. കൂടുതൽ കിട്ടിയിരിക്കുന്ന പ്രതിപക്ഷ പാർട്ടികൾക്ക് ഇത് സംബന്ധിച്ചുള്ള ചർച്ച ഒരു അന്വേഷണവുമില്ല. അപ്പോൾ ഇത് ആ പച്ചക്കള്ളം പറഞ്ഞത് ഇത് പുറത്തു വരില്ല, ഈ കണക്ക് പുറത്തു വരില്ല എന്നുള്ളൊരു വിശ്വാസത്തിലാണ്. പക്ഷേ ആ കണക്ക് പുറത്തു വന്നു. പുറത്ത് വരുമ്പോൾ ഉള്ളൊരു കാര്യമുണ്ട്, ഈ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയാണ് ഈ ഇലക്ട്രൽ ബോണ്ടുകളുടെ വിതരണം നടത്തുന്ന ഏക സ്ഥാപനം. നമ്മളത് ഓർക്കേണ്ട കാര്യം, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയാണ് ഇതിന് ചുമതലപ്പെട്ടിരിക്കുന്ന സ്ഥാപനം. അന്നേ ഈ ഇടപാട് ശരിയാവില്ല എന്നുള്ളത് റിസർവ് ബാങ്ക് പറഞ്ഞിട്ടുള്ളതാണ്. ആ കത്തുകളൊക്കെ പുറത്തു വന്നിട്ടുള്ളതാണ്. അതിനെല്ലാം നിഷ്കരണം തള്ളിക്കളഞ്ഞു മാത്രമല്ല, രാജ്യത്തിൻ്റെ റിസർവ് ബാങ്ക് ഇലക്ട്രൽ ബോണ്ട് സംവിധാനം ശരിയല്ല എന്നുള്ളൊരു കത്ത് കൊടുത്തിട്ട് ആ കത്ത് പുറത്തു വരുന്നു, ആ കത്തിനുള്ള മറുപടി പുറത്തു വരുന്നു, വീണ്ടും കൊടുത്ത കത്ത് പുറത്തു വരുന്നു. ഇതൊന്നും ഈ രാജ്യത്തൊരു അനക്കം ഉണ്ടാക്കിയില്ല എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും വലിയ പ്രശ്നം. നമ്മളിങ്ങനെ ആദ്യ ദിവസം തന്നെ ഇരിക്കേണ്ടതായിരുന്നു എന്നുള്ളതാണ് വസ്തുത. പക്ഷേ ഇതൊരു അനക്കം ഉണ്ടാക്കിയില്ല. ഈ രാജ്യത്ത് ഇത്രയും വലിയ അഴിമതി നടക്കാൻ പോകുമ്പോഴും അതിനെ നമ്മൾ നിസ്സാരമായി കണ്ടു എന്നുള്ളത് അന്ന് റിസർവ് ബാങ്ക് പറയുമ്പോഴും. അന്ന് ഇവർ പറഞ്ഞ മുന്നോട്ട് വെച്ച ഒരു പ്രധാനപ്പെട്ട വാഗ്ദാനം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ പണം ആരാണ് കൊടുക്കുന്നതെന്ന് ഒരു തരത്തിലും ഒരു രാഷ്ട്രീയ പാർട്ടിക്കും സർക്കാരിനും ട്രേസ് ചെയ്യാൻ കഴിയില്ല. ഈ പണം ഇലക്ട്രൽ ബോണ്ട് വഴി പണം കൊടുക്കുന്നത് എന്തിനാണ് ഇങ്ങനെ ഒരു മാർഗം സ്വീകരിക്കുന്നതെന്ന് വെച്ചാൽ, ഇതിലെ ഈ കള്ളപ്പണത്തിൻ്റെ ഒഴുക്ക് തടയാനും ഈ ചില രാഷ്ട്രീയ പാർട്ടികൾ, ഇപ്പോൾ ഇവിടെ കേരളത്തിൽ ഭരണത്തിലിരിക്കുന്ന CPIMന് കൂടുതൽ സംഭാവന കൊടുത്തുകൊണ്ട് ഒരു തെരഞ്ഞെടുപ്പ് കാലത്ത് ഒരു സ്ഥാപനം, ഇവിടുത്തെ ഒരു പ്രധാനപ്പെട്ട ഒരു ബിസിനസ് സ്ഥാപനം നിൽക്കുകയാണെങ്കിൽ അടുത്ത തവണ കോൺഗ്രസ് അധികാരത്തിൽ വന്നാൽ അപ്പോൾ CPMന് ഇത്ര രൂപ ഇവൻ കൊടുത്തിട്ടുണ്ട്, എന്നാൽ ഇവനെ കൈകാര്യം ചെയ്യണമെന്ന് ആ ബിസിനസ് സ്ഥാപനത്തിനെതിരെ ഒരു സമീപനം ഈ സർക്കാർ സ്വീകരിക്കരുത് എന്നുള്ളതുകൊണ്ട്, അതായത് വൈരാഗ്യ ബുദ്ധിയോടെ പെരുമാറരുത് ഈ സ്ഥാപനങ്ങളോട് എന്നുള്ളത് കൊണ്ട് ഇത് വളരെ രഹസ്യമാക്കി വെക്കും നമ്മൾ എന്നാണ് ഇവർ പറഞ്ഞത്. പക്ഷേ അതേ വിവരങ്ങൾ വളരെ കൃത്യമായി, ഈ വിവരങ്ങൾ പുറത്തു വിടാൻ കഴിയില്ലെന്നാണ്, കണ്ടെത്താൻ കഴിയില്ലെന്നാണ് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ എന്ന് പറഞ്ഞത്. അപ്പോൾ ധാരാളം വിവരാവകാശം കൊടുത്തു. ഇതിൻ്റെ വിവരങ്ങൾ ഏതെങ്കിലും തരത്തിൽ ട്രേസ് ചെയ്യാൻ കഴിയുമോ? ഒരു തരത്തിലും പറ്റില്ല എന്ന് തന്നെ അന്ന് ഈ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ പറഞ്ഞു. അന്ന് പൂനം അഗർവാൾ എന്ന് പറയുന്നിട്ട് ക്വിൻറ്റിൽ വർക്ക് ചെയ്യുന്ന ഒരു മാധ്യമ പ്രവർത്തക പോയിട്ട് ഇതിൻ്റെ ഒരു ബോണ്ട് മേടിച്ചു. അവരത് ആ ഇലക്ട്രൽ ബോണ്ട് മേടിക്കാൻ അവർ നടത്തിയ കഷ്ടപ്പാടിനെ കുറിച്ച് അവർ പറയുന്നുണ്ട്. കാരണം ഇത് ഇലക്ട്രൽ ബോണ്ട് ആകെ 29 ബാങ്കുകളിലേ കിട്ടത്തുള്ളൂ. ആ ബാങ്കിൽ തന്നെ ചുമ്മാ നമ്മൾ പോയിട്ട് ഒരു ഇലക്ട്രൽ ബോണ്ട് തരുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കിട്ടത്തില്ല. കാരണം അതിന് ചുമതലപ്പെടുത്തിയിരിക്കുന്ന ഒരു ഉദ്യോഗസ്ഥനുണ്ട്. ആ ഉദ്യോഗസ്ഥൻ ഇങ്ങനെ മൊത്തം ലെൻസ് വെച്ചിട്ട് നമ്മളെ പരിശോധിക്കും, ഇവൻ ആരാണ്, എന്താണ് ഇവൻ്റെ ഉദ്ദേശം എന്നുള്ളത്. കാരണം ഇത് കൃത്യമായി കോർപ്പറേറ്റുകൾക്ക് വേണ്ടിയിട്ട് മാത്രം നടപ്പാക്കിയിട്ടിരിക്കുന്ന ഒരു സാധനമാണ്. കാരണം 1000 രൂപയ്ക്ക് മേടിക്കാം നമുക്ക് ഇലക്ട്രൽ ബോണ്ട്, 10,000 രൂപയ്ക്ക് മേടിക്കാം, 1 ലക്ഷം രൂപയ്ക്ക് മേടിക്കാം. പക്ഷേ
ഇത് 99% പോയിരിക്കുന്നത് എത്രയ്ക്കാണെന്നറിയാമോ? 1 കോടിക്ക് മേടിക്കുന്ന ബോണ്ടുകളാണ്. 10 ലക്ഷത്തിന് നമ്മുടെ മനോരമയുടെ MRF കുറച്ച് ബോണ്ടൊക്കെ മേടിച്ച് കൊടുത്തിട്ടുണ്ട്. പക്ഷേ 2020 സാബു മേടിച്ചിരിക്കുന്നതെല്ലാം 1 കോടിക്കുള്ളതാണ്. അതായത് 1 കോടിയാണ് അതിൻ്റെ ഒരു അതായത് കോർപ്പറേറ്റുകളുടെ ഒരു കണക്ക്. ആ 1 കോടി മിനിമം 1 കോടി വെച്ച് കൊടുക്കുക എന്നുള്ളതാണ്. ആ 1 കോടിയുടെ ഗുണിതങ്ങളിലേക്കാണ് പിന്നീട് ഈ കോർപ്പറേറ്റ് കമ്പനികളെല്ലാം പോയിരിക്കുന്നത്. അപ്പോഴാണ് ഈ പൂനം അഗർവാൾ ഡൽഹിയിൽ ഒരു ബാങ്കിലേ ഉള്ളൂ. ആ ബാങ്കിൽ പോയിട്ട് SBIയിൽ പോയിട്ട് ആ ഉദ്യോഗസ്ഥനെ കണ്ട് 1000 രൂപയ്ക്കുള്ള ഒരു ബോണ്ട് വേണമെന്ന് പറഞ്ഞത്. ഇവരെ പറഞ്ഞു മനസ്സിലാക്കാൻ ശ്രമിച്ചത് നിങ്ങൾക്കുള്ള പരിപാടിയല്ല എന്ന്. പക്ഷേ ഇവർ വാശി പിടിച്ച് ഈ 1000 രൂപയുടെ ബോണ്ട് മേടിച്ചുകൊണ്ട് വന്ന് അരമണിക്കൂർ വരെ നിർത്തിയിട്ട് ആണ് ഈ ബോണ്ടൊക്കെ കൊടുക്കുന്നതൊക്കെ. അപ്പോൾ ബോണ്ട് നോക്കിയപ്പോൾ ഒരു കുഴപ്പമില്ല. ഒറ്റ കുഴപ്പമേ ഉള്ളൂ, ഈ ബോണ്ട് ഇപ്പം BJPക്കാരന് കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു ബോണ്ട് മേടിച്ചിട്ട് പോകുന്ന വഴിക്ക് ആരെങ്കിലും അത് തട്ടിപ്പറിച്ച് കോൺഗ്രസിൻ്റെ ഓഫീസിൽ കൊണ്ടു കൊടുത്തു കഴിഞ്ഞാൽ അവിടെ കിട്ടും. കാരണം എന്താ വെച്ചാൽ ഇതിലൊരു വിവരവും ഇല്ല. ഇത് ഇത്ര രൂപയ്ക്കുള്ള ബോണ്ടാണ്, അത് മാറാം, 15 ദിവസത്തിനകത്ത് ആ ബോണ്ട് എൻകാഷ് ചെയ്യാം എന്നുള്ളത് ഒഴിച്ചാൽ അതിന് വേറൊരു രേഖയില്ല. എവിടുന്ന് വേണമെങ്കിലും മേടിച്ച് എവിടെ വേണമെങ്കിലും കൊണ്ട് കൊടുക്കുക എന്നുള്ളത്. അതായത് അത്രയ്ക്ക് നോക്കുമ്പോൾ എന്താണ് ഇവർ മുന്നോട്ട് വെച്ച വാഗ്ദാനം നടപ്പായിരിക്കുന്നു. കാരണം ഒരു തരത്തിലും ഇത് കണ്ടെത്താൻ പറ്റില്ല, ഒന്നുമില്ല ഇതിനകത്ത്. ഏത് രാഷ്ട്രീയ പാർട്ടിക്ക് കൊണ്ട് കൊടുത്താലും അവിടെ ഇത് സ്വീകരിക്കപ്പെടും. അപ്പോഴാണ് ഇവർക്കൊരു സംശയം തോന്നിയിട്ട് ഇത് ഫോറൻസിക് ടെസ്റ്റിന് അയച്ചു. ഈ പറയുന്ന വെറുതെ ഇരിക്കുന്ന ഒരു കടലാസ് കഷ്ണമാണ്, ഒരു പ്രോമിസറി നോട്ടിൻ്റെ സ്വഭാവത്തിലുള്ള ഒരു സംഗതിയാണ്. അതെടുത്ത് ഇവർ ഫോറൻസിക് പരിശോധനയ്ക്ക് അയച്ചപ്പോഴാണ് ഒരു ആൽഫ ന്യൂമറിക് നമ്പർ അതിൽ എങ്ങനെയാണ് നമ്മൾ ഇൻഫ്രാറെഡ് റേസിൽ മാത്രം കാണാൻ പറ്റുന്ന തരത്തിൽ രേഖപ്പെടുത്തിയിരിക്കുക അക്ഷരങ്ങൾക്കിടയിൽ. അപ്പോൾ ഇത് കണ്ടെത്തി കഴിഞ്ഞപ്പോൾ ഇതൊരു സീരിയൽ നമ്പറാണോ എന്നുള്ളത് കണ്ടെത്താൻ വേണ്ടിയിട്ട് അവർ വീണ്ടും ഒരെണ്ണം കൂടെ മേടിച്ചു. നോക്കി കഴിഞ്ഞപ്പോൾ അതിൽ മറ്റൊരു നമ്പറാണ്. അപ്പോൾ ഇവർക്ക് മനസ്സിലായി ഒന്നിന് പുറകെ ഒന്നായിട്ട് ഇതിങ്ങനെ കച്ചവടം ചെയ്യുന്നു, ഇത് ആരാണ് മേടിച്ചത് എന്നും ആർക്കാണ് കൊടുത്തത് എന്നും കൃത്യമായി ഭരണകൂടത്തിന് കണ്ടെത്താൻ കഴിയുന്ന രേഖപ്പെടുത്തൽ ഈ പറയുന്ന ഇലക്ട്രൽ ബോണ്ടിലുണ്ട് എന്നുള്ളത്. അപ്പോൾ എന്താണ് ഇവരാദ്യം പറഞ്ഞ വാഗ്ദാനം? എന്താണ്? ആർക്കാണ്? എതിർ രാഷ്ട്രീയ പാർട്ടിക്ക് ഏതെങ്കിലും ഒരു കോർപ്പറേറ്റ് കമ്പനി കൂടുതൽ പൈസ കൊടുത്തു കഴിഞ്ഞാൽ ആ കമ്പനിയോട് വൈരാനിര്യാതന ബുദ്ധിയോടെ പിന്നെ പെരുമാറാതിരിക്കാനാണ് ഇത്രയും രഹസ്യമാക്കി വെച്ചതെന്നാണ്. ഇതിലെന്ത് രഹസ്യമാണ്? കേന്ദ്ര സർക്കാരിൻ്റെ സ്വന്തം ബാങ്കാണ് SBIയുടെ ചെയർമാനെ നിയമിക്കുന്നത് കേന്ദ്ര സർക്കാരാണ്. അതല്ലെങ്കിൽ തന്നെ പ്രത്യേകം പിന്നീട് എഴുതി ചേർത്തിട്ടുണ്ട്, അന്വേഷണ ഏജൻസികൾ ആവശ്യപ്പെട്ടാൽ ഇത് സംബന്ധിച്ചുള്ള വിവരങ്ങൾ കൈമാറണമെന്ന്. അന്വേഷണ ഏജൻസി എന്ന് പറഞ്ഞാൽ ആരാണ്? എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ്, CBI ഒക്കെയാണ്. അവർ ആർക്ക് വേണ്ടിയിട്ടാണ് പണിയെടുക്കുന്നത്? ആർക്ക് വേണ്ടിയിട്ടാണ്? കേന്ദ്ര സർക്കാരിന് വേണ്ടിയിട്ടല്ല, BJPക്ക് വേണ്ടിയിട്ടാണ് തൽക്കാലം പണിയെടുക്കുന്നത്. അപ്പോഴപ്പോൾ ആരാണോ ഭരിക്കുന്നത് അവർക്ക് വേണ്ടിയിട്ടാണ് പണിയെടുക്കുന്നത്. അപ്പോൾ ആ വിവരങ്ങൾ BJPക്ക് തന്നെ നേരിട്ടെത്തുന്ന ഒരു സംവിധാനം അവിടെ പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ്. ഇതിനകത്തുള്ളൊരു തമാശ എന്താണെന്നറിയോ? ഈ വിവരം ആരും അറിയില്ല, മറ്റ് അന്വേഷണ ഏജൻസികൾ അറിയില്ല. ഇൻകം ടാക്സ് ഇല്ലല്ലോ ഇതിൽ, നികുതി രഹിതമാണ്. അതുകൊണ്ട് തന്നെ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റ് അറിയില്ല ഇത് ആരുടെ കാശ് എവിടേക്ക് പോയി എങ്ങനെ പോയി എന്നുള്ളതിനെക്കുറിച്ചുള്ള ഒരു വിവരവും ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കയ്യിലില്ല. പക്ഷേ എല്ലാ വിവരവും എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിൻ്റെ കയ്യിലുണ്ടാവും, പിന്നെ കേന്ദ്ര സർക്കാരിൻ്റെ കയ്യിലുണ്ടാവും, സർക്കാരിന് നേതൃത്വം കൊടുക്കുന്ന BJPയുടെ കയ്യിലുണ്ടാവും. കൊടുക്കുന്ന രാഷ്ട്രീയ പാർട്ടി കൊടുക്കുന്ന കമ്പനികളുടെ കൃത്യമായ വിവരം ഏത് രാഷ്ട്രീയ പാർട്ടിക്ക് കൊടുത്തു എന്നുള്ള വിവരം കൃത്യമായിട്ടുണ്ടാവും. സാന്റിയാഗോ മാർട്ടിൻ 500 കോടി രൂപ DMKയ്ക്ക് കൊണ്ട് കൊടുത്തിട്ട് സ്വസ്ഥമായിട്ടിരുന്നു. ഓക്കെ, എൻ്റെ കാര്യത്തിൽ വലിയ കുഴപ്പമില്ല, കാരണം ഇയാളുടെ കമ്പനി അവിടെയാണ്, അവിടുത്തെ ഭരണ പാർട്ടി DMK ആണ്, DMKയ്ക്ക് കൊടുത്തു. പക്ഷേ അപ്പം തന്നെ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് പോയിട്ട് ഇയാളെ ക്ലിപ്പിട്ടു, 400 കോടി ഫ്രീസ് ചെയ്തു, വേഗം കൊണ്ട് 60 കോടി രൂപ BJPക്ക് കൊടുത്തു. പിന്നെ പ്രശ്നം തൽക്കാലത്തേക്ക് അങ്ങ് പരിഹരിച്ചു. ഇതാണ് ഇതിൻ്റെ ഒരു രീതി. അതായത് ശരിക്ക് ഈ ഗുണ്ടാപ്പിരിവിനെ, അഴിമതിയെ നിയമപരമാക്കി എന്നുള്ളതാണ് ഇലക്ട്രൽ ബോണ്ടിലൂടെ കേന്ദ്ര സർക്കാർ ചെയ്തത്. ഇത് എന്താണ് ഇലക്ട്രൽ ബോണ്ട്, എങ്ങനെയാണ് ഇത് പ്രവർത്തിക്കുക എന്നുള്ളതൊന്ന് പറഞ്ഞ് മനസ്സിലാക്കാൻ തന്നെ കുറച്ച് പാടുള്ളത് കൊണ്ട് ഇതൊന്നും ഒരുപക്ഷെ തെരഞ്ഞെടുപ്പിൽ പോലും പ്രതിഫലിക്കില്ല എന്നുള്ളതാണ് ഇന്ത്യൻ യാഥാർത്ഥ്യം. ഇത്രയും കാശ് അടിച്ചുകൊണ്ട് പോയതാണ്. ഏത് തരത്തിലുള്ള ഇതിനിപ്പം ഒരു മാർഗ്ഗം മാത്രമാണ് ഞാൻ ഈ പറഞ്ഞ ഗുണ്ടാപിരിവ് എന്നുള്ളത്. രണ്ടാമത്തെ എന്താ, ഇവർ പൈസ, അതായത് കൈക്കൂലി, നേരിട്ടുള്ള കൈക്കൂലി. ഇപ്പോൾ ബംഗാരു ലക്ഷ്മൺ മേടിച്ച് കൈനീട്ടി മേടിച്ചതിന് സമാനമായ കൈക്കൂലി മേടിച്ചുകൊണ്ട് കാര്യങ്ങൾ നടപ്പാക്കി കൊടുക്കുക എന്നുള്ളത്. ഇപ്പോൾ നമുക്കിവിടെ അറിയാം, ഈ ചെർക്കള ഹരീഷിൻ്റെയൊക്കെ നാട്ടിൽ പോകുന്ന വഴിക്ക് അവിടെ നിരന്തരം പ്രശ്നം ഉണ്ടായിക്കൊണ്ടിരുന്നത് ഈ ഹൈവേയുടെ പണി. 2023 എന്നും ചാനലുകളിൽ വാർത്തയാണ്, അവിടെ ഇഴഞ്ഞു നീങ്ങുന്നു, പണി ആകെപ്പാടെ പ്രശ്നമാണെന്ന് പറഞ്ഞിട്ട്.
ഈ പറയുന്ന മേഘ കൺസ്ട്രക്ഷൻസ് ആണ് അവിടെ ഹൈവേയുടെ പണി നടത്തിക്കൊണ്ടിരുന്നത്. ചെർക്കളയിലെങ്ങാണ്ടൊരു ഓവർ ബ്രിഡ്ജ് ഇടിഞ്ഞ് അത് നാശമായി, അതിൻ്റെ ആ വഴിയുടെ പണി ശരിയല്ല എന്നൊക്കെയുള്ള വാർത്ത നിങ്ങൾ വെറുതെ സെർച്ച് ചെയ്താൽ കിട്ടും, ഗൂഗിളിൽ കിട്ടും. 2023 22 ഒക്കെയുള്ള വാർത്തകളാണ്. ആ വാർത്തകളിൽ പറയുന്ന മേഘ കൺസ്ട്രക്ഷൻസ് എന്ന് പറയുന്ന കമ്പനി 900 കോടി രൂപയ്ക്ക് മേലാണ് ബി ജെ പിക്ക്, കേന്ദ്ര സർക്കാരിനല്ല BJPക്ക് ഈ പറയുന്ന ഇലക്ട്രൽ ബോണ്ട് വഴി കൊടുത്തിരിക്കുന്നത്. 990 കോടിയോളം രൂപയാണ് ആ ഒരൊറ്റ കമ്പനി BJPക്ക് കൊടുത്തിരിക്കുന്നത്. അതുവഴി അവർക്ക് ആർജിക്കാൻ കഴിഞ്ഞാൽ എന്തൊക്കെയാണെന്നറിയാമോ? ഇന്ത്യയിലെമ്പാടുമുള്ള, അതാണ് ഇതിൻ്റെ അഴിമതിയുടെ ഒരു വ്യാപ്തി എന്ന് പറയുന്നത്. നമ്മൾ ഈ 6060 കോടിയിൽ ഒതുക്കരുതെന്ന് പറയുന്നത്. ഇവർ 6060 കോടി മേടിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അഴിമതിയുടെ വ്യാപ്തി എത്രത്തോളമായിരിക്കും? എത്ര ലാഭം കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇവൻ ഈ 6060 കോടി രൂപ കൊടുത്തിട്ടുള്ളത്? എന്നാൽ മേഘ തന്നെ 10-13,000 കോടി രൂപയുടെ വർക്ക് ഈ പറയുന്ന ഉത്തരാഖണ്ഡ് മേഖലയിൽ തന്നെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്, കൺസ്ട്രക്ഷൻ മേഖലയിൽ. ഈ കൊടുത്ത പൈസ മുതലാക്കണ്ടേ? ഒരു കാര്യം കൂടിയുണ്ട്, ഇത് കള്ളപ്പണമാണ് അങ്ങോട്ട് കൊടുത്തിരിക്കുന്നത്. ഏത് BJPക്ക് കൊടുത്തിരിക്കുന്നത്. സർക്കാരിൽ നിന്ന് ഇങ്ങോട്ട് കിട്ടുന്നതുണ്ടല്ലോ വൈറ്റ് മണിയാണ്. ഈ കമ്പനിക്ക് കിട്ടുന്നത് വൈറ്റ് മണിയാണ്. ഈ കൺസ്ട്രക്ഷൻ ഇപ്പോൾ ഇവിടെ 900 കോടി കൊടുത്തെങ്കിൽ അവനത് 4000-5000 കോടിയായിട്ട് വൈറ്റ് മണിയായിട്ട് അവരുടെ കയ്യിലേക്ക് ആ കമ്പനിക്ക് എടുക്കാൻ കഴിയുന്ന ഒരു സിസ്റ്റം ഉണ്ടാക്കി, കള്ളപ്പണം വെളുപ്പിക്കൽ സിസ്റ്റം. അത് BJP ഉണ്ടാക്കിയെടുത്തു എന്നുള്ളതാണ്. സർക്കാർ മാർഗത്തിലൂടെ ഈ പൈസയും കൂടി കൊടുക്കുന്നു, ഈ കൈക്കൂലി കൊടുക്കുന്നു, അവൻ വർക്ക് മേടിക്കുന്നു, എന്നിട്ട് അവിടെ ഈ പറയുന്ന കമ്പിയില്ല, സിമൻറ്റില്ല, ഇഷ്ടികയില്ല, ഇതൊന്നും ചേർക്കാതെ തന്നെ കൺസ്ട്രക്ഷൻ ഈ പറയുന്നത് പോലെ നടത്തുന്നു. അത് ഈ പറയുന്ന നമ്മുടെ ഉത്തരാഖണ്ഡിൽ തന്നെ സിൽക്കാര ടണൽ ഇടിഞ്ഞ് വീണത് വലിയ വാർത്തയായിരുന്നു. നമ്മളെല്ലാം വായിച്ചതും ആളുകൾ 10-40 പേർ അതിനകത്ത് കുടുങ്ങിപ്പോയതൊക്കെ നമ്മളെല്ലാം വായിച്ച വാർത്തയാണ്, കണ്ട വാർത്തയാണ്. അവിടെ ഈ കമ്പനിയാണ്, മേഘ കൺസ്ട്രക്ഷൻസ് ആണ് അത് നടത്തിക്കൊണ്ടിരുന്നത്. ഇതുപോലെ എത്ര കമ്പനികൾ, ധാരാളം കമ്പനികൾ ഈ കൺസ്ട്രക്ഷൻ മേഖലയിൽ തന്നെ ഈ നിലയ്ക്ക് കൈക്കൂലി കൊടുത്ത് കോൺട്രാക്റ്റ് നേടിയിട്ടുണ്ട് എന്നുള്ളതാണ്. ഇത് രണ്ടാമത്തെ വഴി. ഈ ഹഫ്ത പിരിവ് ഒന്ന്, കൈക്കൂലി നേരിട്ട് കൊടുത്തിട്ടുള്ള ഈ പരിപാടി മറ്റൊന്ന്. അപ്പോൾ ഈ രീതിയിൽ അഴിമതിയെ വല്ലാതെ നിയമവൽക്കരിച്ചുകൊണ്ട് ആ അഴിമതി നടത്തുന്നതിന് ഒരു മര്യാദയുമില്ലാതെ, അത് പൊതുജനം അറിയാനായിട്ടുള്ള ഒരു മാർഗവും അവശേഷിപ്പിക്കാതെയാണ് ഇവർ ഈ കാര്യങ്ങൾ ചെയ്തത് എന്നുള്ളതാണ്. അപ്പോൾ ഇതിപ്പോൾ ഞാൻ പറഞ്ഞ് ഇതിനെ നീട്ടി പോകുന്നില്ല. കാരണം എന്താ വെച്ചാൽ ഇത് ഓരോ കമ്പനികളെ നമ്മൾ എടുത്താൽ ആ കമ്പനികൾക്കെല്ലാം, ഇപ്പോൾ ഈ കമ്പനി മാത്രമല്ല കേട്ടോ, ഇത് നമ്മൾ ഇലക്ട്രൽ ബോണ്ട് ചർച്ച ചെയ്യുന്നു. അപ്പുറത്ത് ഇലക്ട്രൽ ട്രസ്റ്റിലൂടെ നേരിട്ടുള്ള പണമൊക്കെ പോയത്, ഇപ്പോൾ സെറം ഇൻസ്റ്റിറ്റ്യൂട്ട് ഏറ്റവും കൂടുതൽ പൈസ കൊടുത്ത ഒരു സ്ഥാപനമാണ്. ആ സെറം ഇൻസ്റ്റിറ്റ്യൂട്ടിനാണ് ഒറ്റയടിക്ക് ഈ പറയുന്ന വാക്സിൻ ഉൽപ്പാദിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള അനുമതി കേന്ദ്ര സർക്കാർ അങ്ങ് കൊടുത്തത്. മുഴുവൻ പിരിവിലും വളരെ കൃത്യമായി അവർക്ക് അനുകൂലമായ തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ട് ഈ സർക്കാർ എന്നുള്ളതാണ്. BJPക്ക് കിട്ടിയില്ല എല്ലാ പിരിവിലും ഒരു തീരുമാനം എടുത്തിട്ടുള്ളതല്ല. കാരണം ഇതിനകത്തുള്ള ഒരു പ്രശ്നം, ഇവിടെ ഇതിനൊരു അവസാനമുണ്ടായില്ലെങ്കിൽ, അതിലൊരു ഇടപെടലുണ്ടായില്ലെങ്കിൽ, അതേക്കുറിച്ചുള്ള ചർച്ചയുണ്ടായില്ലെങ്കിൽ, ഈ തെരഞ്ഞെടുപ്പ് കാലത്തെങ്കിലും അത് പ്രതിഫലിച്ചില്ലെങ്കിൽ, ഇത് ഈ മട്ടിലല്ല മറ്റൊരു രൂപത്തിൽ നിയമപരമായി തന്നെ കൂടുതൽ കൃത്യമായി നിയമത്തിൻ്റെ അട്ടിമറിയിലൂടെ തന്നെ ഈ രാജ്യത്തെ കൂടുതൽ കുട്ടിച്ചോറാക്കാൻ വേണ്ട നടപടിയിലേക്ക് ഇവർ പോകുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. അപ്പോൾ നേരത്തെ ഹരീഷ് പറഞ്ഞതുപോലെ ഒരു തെരഞ്ഞെടുപ്പ് കാലമാണ്. സ്വാഭാവികമായി അവിടെ കാര്യക്ഷമമായി ഇത് ഉന്നയിക്കാൻ തക്കവണ്ണമുള്ള ശേഷിയുള്ളവർ തന്നെയാണ് പാർലമെൻറ്റിലേക്ക് പോകേണ്ടതെന്നു കൂടിയാണ് ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് ഓരോരുത്തരും ഓർക്കാനുള്ളത്. പഴയൊരു തമാശയുണ്ട്, ഞങ്ങളുടെ തെക്കൻ കേരളത്തിലേക്ക് പോയി കഴിഞ്ഞാൽ, തിരുവനന്തപുരം ഭാഗത്ത് പോയി കഴിഞ്ഞാൽ, ഇന്ത്യയുടെ ഏറ്റവും ഇങ്ങേ അറ്റത്തുനിന്ന് പാർലമെൻറ്റിലേക്ക് പോകുന്നത് തിരുവനന്തപുരത്തും കന്യാകുമാരിയിലുമുള്ള 2 അംഗങ്ങളായിരിക്കും. അപ്പോൾ ഒരു കാലത്തൊക്കെ തിരുവനന്തപുരത്തു നിന്നും കന്യാകുമാരിയിൽ നിന്നുള്ള MP-മാർ അവിടെ പോകും ഈ ഡൽഹിയിൽ. ഇവർ മുണ്ട് മുറുക്കി കൊടുക്കാൻ പോലും ഇവർ എഴുന്നേറ്റ് നിൽക്കുന്ന പരിപാടിയില്ല. അവിടെ പോവുക, അവിടെ നിന്ന് നല്ല മസാല ദോശയൊക്കെ കഴിച്ചിട്ട് തിരിച്ചു പോരുക. ഈ യാത്ര, ഏറ്റവും ദീർഘമായ യാത്ര നിരന്തരം ചെയ്തുകൊണ്ടിരുന്നു എന്നുള്ള ഒരു ആരോപണം നേരിടുന്ന ഒരു കാലമാണ് മുമ്പ്. അപ്പോൾ അന്നിപ്പോൾ പാർലമെൻറ്റിൽ ഒരു ദിവസം പെട്ടെന്ന് ഈ കന്യാകുമാരി MP എഴുന്നേറ്റ് നിന്നു. അപ്പോൾ പാർലമെൻറ്റ് മൊത്തത്തിൽ നിശബ്ദമായി. കാരണം എന്താ വെച്ചാൽ ഇന്ത്യയിൽ ഏറ്റവും മൂലയെന്ന് വരുന്ന ഒരു MP എന്തോ കാര്യം പറയാൻ വേണ്ടിയിട്ട് എഴുന്നേറ്റിരിക്കുകയാണ്. അപ്പോൾ അദ്ദേഹത്തിന് ഏറ്റവും കൂടുതൽ കാശ് മുടക്കി വരുന്ന ആളാണല്ലോ. അപ്പോൾ പുള്ളിക്ക് പറയാനുള്ളത് എന്താണെന്ന് പാർലമെൻറ്റ് കേട്ടേക്കാമെന്നുള്ള മട്ടിൽ പാർലമെൻറ്റ് അങ്ങ് നിശബ്ദമായി. അപ്പോൾ ഇദ്ദേഹം ഒന്നും മിണ്ടുന്നില്ല. മിണ്ടാതായപ്പോൾ സ്പീക്കർ ചോദിച്ചു, പറയൂ, താങ്കൾ പറയൂ എന്ന് പറഞ്ഞപ്പോൾ ഇദ്ദേഹം വീണ്ടും ഒന്നും മിണ്ടുന്നില്ല. അപ്പോൾ മിണ്ടാതെ തന്നെ ഇയാളങ്ങിരുന്നു ഈ MP. എന്നിട്ട് അടുത്തിരുന്ന തിരുവനന്തപുരം MP-യോട് പറഞ്ഞത്ര, എൻ്റെ പൊന്ന് മച്ചമ്പി, മുണ്ട് മുറുക്കി കൊടുക്കാൻ പോലും ഇവന്മാർ സമ്മതിക്കത്തില്ലേടേന്ന്. അപ്പോൾ ആ മട്ടിൽ അവിടെ പോയി ഒരു പണിയെടുക്കാത്ത ആളെ പറഞ്ഞു വിട്ടിട്ടൊരു കാര്യവുമില്ല. ഈ നിയമങ്ങളുടെ അട്ടിമറിയെ നേരിടാൻ കാര്യക്ഷമമായി അവിടെ പോയി കാര്യം പറയാൻ ശേഷിയുള്ള ആളുകളെ തന്നെയാണ് തിരഞ്ഞെടുത്ത് വിടേണ്ടത് എന്ന് മാത്രം ഓർമ്മിപ്പിച്ചുകൊണ്ട് തൽക്കാലം ഞാൻ അവസാനിപ്പിക്കുന്നു. നന്ദി. ഇലക്ട്രൽ ബോണ്ടുമായി ബന്ധപ്പെട്ടൊരു ചോദ്യമാണ്.
ഈ ഇലക്ട്രൽ ബോണ്ട് സംവിധാനം വരുന്നതിന് മുമ്പ് ആർക്കും യഥേഷ്ടം പണം കൈമാറാൻ പറ്റുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടായിരുന്നു. 2000 രൂപ വരെ ലീഗലി ആയിട്ട് നൽകാമെന്നും അല്ലെങ്കിൽ അതിൻ്റെ ഗുണിതങ്ങളായിട്ടാണ് സാധാരണഗതിയിൽ രാഷ്ട്രീയ പാർട്ടികളൊക്കെ പണം കൈവശപ്പെടുത്തിയിരുന്നത്. പക്ഷേ ഇപ്പോഴ് നൽകപ്പെടുന്ന ഫണ്ട് ഏതെങ്കിലും ഒരു ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് KYC സമർപ്പിക്കപ്പെട്ട ഒരു ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് മാത്രമേ നൽകാൻ പറ്റുന്നൊരു സ്ഥിതിവിശേഷമുള്ളൂ. അതുമാത്രമല്ല, ഇൻകം ടാക്സിന് കൃത്യമായിട്ട് അതിൻ്റെ വിവരങ്ങൾ കൊടുക്കുകയും ബാലൻസ് വന്ന തുക അതിൽ നിന്ന് മാത്രമേ കൊടുക്കാൻ പറ്റൂ എന്നുള്ള അല്പമെങ്കിലും സുതാര്യമായ ഒരു സംവിധാനം കൂടി വന്ന ഒരു ഘട്ടം നമ്മുടെ നിലവിലുണ്ടല്ലോ. അപ്പം കുറച്ചുകൂടി അതിന് മുൻപ് നമ്മൾ 2G സ്പെക്ട്രം അഴിമതിയൊക്കെ നമ്മൾ കേട്ടതാണ്. അത് 1,00,000 കോടി നമ്മളതിനെ വളരെ രൂപത്തിൽ വ്യാഖ്യാനിച്ചു. ആ 1,00,000 കോടി രൂപ 500-ൻ്റെ നോട്ടുകൾ 1000-ൻ്റെ നോട്ടുകൾ മേലക്ക് മേലെ വെച്ച് കഴിഞ്ഞാൽ അങ്ങ് വിമാനം പോകുന്ന അത്ര ഉയരത്തിൽ എത്തുമായിരുന്നു എന്നൊക്കെ പറഞ്ഞ് നമ്മളതിനെ കണ്ടിരുന്നു. അങ്ങനെയുള്ള ഒരു അഴിമതിയുടെ കാലഘട്ടത്തിൽ നിന്നാണ് കുറച്ചുകൂടി പിന്നെ ഒരു നിയമപരമായ അഴിമതിയിലേക്ക് കൊണ്ടുവന്ന ഒരു സംവിധാനം വന്നത്. പക്ഷേ ഇതിൻ്റെ ഒരു കമ്പാരിറ്റീവ്ലി നോക്കുന്ന സമയത്ത് കുറച്ചുകൂടി ബെറ്റർ ആയിട്ടുള്ള സംവിധാനത്തിലേക്കല്ലേ ഇത് വന്നതെന്നാണ് ഒരു ചോദ്യം. മുമ്പ് ഈ 20,000 രൂപയ്ക്ക് 19,000 രൂപയ്ക്ക് മുകളിൽ മേടിക്കുന്നത് എല്ലാ ഇൻകം ടാക്സ് ഡിക്ലറേഷനോടെ തന്നെ പറ്റുമുള്ളായിരുന്നു. ഇതിനകത്ത് അതല്ലാതെ കള്ളപ്പണം മറ്റു മാർഗങ്ങളിലൂടെ ഇവർക്ക് കൊടുക്കുന്നുണ്ട് എന്നുള്ളതായിരുന്നു ഒരു ആരോപണമായിട്ടുണ്ടായിരുന്നത്. ഇവിടെ സംഭവിച്ചിട്ടുള്ളത് എന്താ ഞാൻ പറഞ്ഞില്ലേ, ഇപ്പോൾ സാന്റിയാഗോ മാർട്ടിൻ ഈ 2G സ്പെക്ട്രം എന്നൊക്കെ പറയുന്നത് അതിനുശേഷം നടന്ന സ്പെക്ട്രം കച്ചവടവുമായി ബന്ധപ്പെട്ട് തട്ടിച്ച് നോക്കുമ്പോൾ ഊതിപ്പെരുപ്പിച്ച ആരോപണമാണ് എന്ന് ഒരു പരിധി വരെ പറയാം. ഈ പറയുന്ന അന്ന് നടന്ന സമരങ്ങളുടെ സ്വഭാവത്തിൽ അതിനെ കാണാറില്ല. കാരണം അത് വളരെ കൃത്യമായ ഒരു രാഷ്ട്രീയ പദ്ധതി തന്നെയായിരുന്നു 2G സ്പെക്ട്രം ആരോപണവും ആ സമരവുമെല്ലാം. ഇപ്പോൾ സുബ്രഹ്മണ്യം സ്വാമി അത് നടപ്പാക്കുന്ന ഒരു മലയാളിയായ മാധ്യമപ്രവർത്തകനിലൂടെയാണ്. വളരെ കൃത്യമായി അത് പ്ലാൻ ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഒരു വളർച്ച നമ്മൾ കണ്ടതാണ്. അതെല്ലാം പലയാവർത്തി ചർച്ച ചെയ്തതാണ്. അതുകൊണ്ട് ഞാൻ അതിലേക്ക് വീണ്ടും പോകുന്നില്ല. പക്ഷേ ഈ പറയുന്ന മുമ്പ് നിലനിന്നിരുന്ന ഒരു സംഗതി എന്ന് പറയുന്നത് തൊട്ട് മുമ്പ് ഉണ്ടായിരുന്നത് 2013 വരെ 2013 മുതൽ മൊത്തം ഒരു കമ്പനിയുടെ 3 വർഷത്തെ ലാഭത്തിൻ്റെ 7.5% അവർക്ക് കൊടുക്കാം എന്നുള്ളതായിരുന്നു. ഇപ്പോൾ നിങ്ങൾ നോക്കൂ, ഇതിനെ നമുക്ക് വളരെ ലളിതവൽക്കരിച്ച് പറഞ്ഞ് അങ്ങനെ പോകാൻ കഴിയുന്ന ഒരു സംഗതിയല്ല. കാരണം സാന്റിയാഗോ മാർട്ടിനെ തന്നെ മാത്രം അയാളുടെ കമ്പനിയെ മാത്രം ഒരു ഉദാഹരണമായി എടുത്താൽ, ആ കമ്പനി മാത്രമല്ല ധാരാളം കമ്പനികളുണ്ട് ഇതുപോലെ ഉദാഹരണം നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ. കാരണം എന്താണ്, കമ്പനിയുടെ മൊത്തം ടേൺ ഓവറിനേക്കാൾ ആസ്തിയേക്കാൾ കൂടുതൽ ഇലക്ട്രൽ ബോണ്ടിലൂടെ സംഭാവന കൊടുത്തിട്ടുള്ള കമ്പനികളുണ്ട്. ആ പണം എവിടെ നിന്നാണ് എന്നുള്ളതാണ്. ആ പണം എന്നുള്ളത് 100% കള്ളപ്പണമാണ്. അതിനകത്തൊരു സംശയമില്ലാത്ത കാര്യമാണ്. ഈ പറയുന്ന ഷെൽ കമ്പനികളിലൂടെ തന്നെ ഈ പണം കൈമാറിയിട്ടുണ്ട് എന്നുള്ളതും ആ കമ്പനികൾ, ഈ ഷെൽ കമ്പനികളുടെ എണ്ണം തന്നെ വളരെ കൃത്യമായി നമുക്ക് 20 കമ്പനികളെ ഷെൽ കമ്പനികളായി ഇതിനുള്ളിൽ നിന്ന് തന്നെ കണ്ടെത്തി ഇതിനോടകം തന്നെ പറഞ്ഞിട്ടുണ്ട്. ആ കമ്പനികളിലൂടെ 120 കോടി രൂപ വന്നിട്ടുണ്ട്. അതല്ലാതെ തന്നെ ഈ പറയുന്ന ഇവരുടെ ഈ സാന്റിയാഗോ മാർട്ടിൻ്റെ കമ്പനിയുടെ കാര്യം മാത്രം എടുത്താൽ അവരുടെ പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ 10.5 കോടി രൂപ, അവരുടെ ലാഭമെന്ന് പറയുന്നത് 250 കോടി രൂപ, അവർ കൊടുത്തിട്ടുള്ള ഇലക്ട്രൽ ബോണ്ട് എന്ന് പറയുന്നത് 1360 കോടി രൂപ. ആ 1360 കോടി രൂപ കള്ളപ്പണമാണെന്നുള്ളത് ഇനിയിപ്പോൾ വേറെ അന്വേഷിച്ച് പോകേണ്ട കാര്യമില്ല. ഇതുപോലെയാണ് ഈ ഇടപാട് മൊത്തത്തിൽ നടന്നിട്ടുള്ളത്. മാത്രമല്ല ഇത് ഒരു ദിവസത്തേക്ക് അല്ലെങ്കിൽ ഇത്രയും പണം കൊണ്ട് അവസാനിക്കുന്ന ഒരു പരിപാടിയല്ല. അതാണ് ഞാൻ പറഞ്ഞത്. ഇപ്പോൾ 2G സ്പെക്ട്രം ഒരു ഇടപാടാണ്, ഇതങ്ങനെയുള്ള പരിപാടിയല്ല. ഇത് കാലാകാലം നീണ്ടു നിൽക്കുന്നത്. ഇത് പുറത്തു വന്നില്ലായിരുന്നെങ്കിൽ, അല്ലെങ്കിൽ സുപ്രീം കോടതി വളരെ നിർണായകമായ ഈ ഒരു ഇടപെടൽ നടത്തിയില്ലായിരുന്നെങ്കിൽ ഇത് സ്ഥാപനവൽക്കരിക്കപ്പെട്ടു പോകുമായിരുന്നു ഈ അഴിമതി എന്ന് പറയുന്നത്. അതായത് എല്ലാ കാലത്തേക്കും നിലനിൽക്കുന്ന ഒരു അഴിമതിയാണ് നടപ്പാക്കിയത്. കാരണം ഇതിപ്പോൾ ഏത് സർക്കാർ വന്നാലും ഏത് ഭരണ പാർട്ടി വന്നാലും, കാരണം അങ്ങനെ ഒരു പാർട്ടി ഇനി മറ്റൊരു ഭരണ പാർട്ടി വരില്ല എന്നുള്ള ചിന്തയിൽ തന്നെയാണ് BJP ഇത് നടപ്പാക്കുന്നത്. അവരെ സംബന്ധിച്ചിടത്തോളം ഇത് നാളെ ഇത് ഏത് കമ്പനിക്കായിക്കോട്ടെ അവർക്കൊരു കൺസ്ട്രക്ഷൻ അനുമതി കൊടുക്കുന്നതിന്, ഒരു വലിയ ഒരു പ്രോജക്റ്റിൻ്റെ അനുമതി കൊടുക്കുന്നതിന് ഒന്നാമത്തെ മാനദണ്ഡം എന്ന് പറയുന്നത് BJPക്ക് എത്ര ഫണ്ട് കിട്ടി എന്നുള്ളതായി മാറുന്ന ഒരു സ്ഥിതി ഉണ്ടാകുന്നു. അത് നമ്മുടെ മുന്നിൽ യാഥാർത്ഥ്യമാണ്. ഈ കണക്ക് വെച്ച് തന്നെ നമുക്ക് പറയാം. ഞാൻ പറഞ്ഞില്ലേ, നേരത്തെ പറഞ്ഞ മേഘ കൺസ്ട്രക്ഷൻസ് അടക്കം ഉള്ള കമ്പനികളുടെ ഉദാഹരണം എടുത്ത് തന്നെ നമുക്ക് കാണാൻ പറ്റും. അല്ലെങ്കിൽ സെറം ഇൻസ്റ്റിറ്റ്യൂട്ടിനെ അവർക്ക് എങ്ങനെയാണ് ഇതിൻ്റെ ആനുകൂല്യം കിട്ടുന്നതെന്ന് നമുക്ക് മനസ്സിലാകും. അതിൻ്റെ ഒരു വലിപ്പം എന്ന് പറയുന്നത് നമുക്ക് 2G സ്പെക്ട്രം എന്നുള്ളതുപോലെ ഒതുക്കി കാണാൻ കഴിയില്ല. കാരണം ആ കമ്പനിയുടെ ലാഭം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ കമ്പനിക്ക് അനധികൃതമായി ലഭ്യമായിരിക്കുന്നത് എത്രയാണെന്നുള്ളതിൻ്റെ ഒരു കണക്കെടുപ്പ് പോലും ഈ ഘട്ടത്തിൽ തൽക്കാലം സാധ്യമാവില്ല. അത്രയ്ക്ക് വലിപ്പമുണ്ട് ഇതിന്. കാരണം അങ്ങനെ നിരവധി കമ്പനികൾക്ക് ഈ മട്ടിലുള്ള അനുമതി ലഭിച്ചിരിക്കുന്നു ഓരോ കാര്യത്തിനും. അതാണ്. അപ്പോൾ
ഇത് ഏതെങ്കിലും ഒരു അഴിമതിയെ ചൂണ്ടിക്കാണിച്ച് നമുക്ക് തൽക്കാലം കടന്നു പോകുന്ന ഒരു സ്ഥിതിയല്ല. പിന്നെ ഇതിനകത്ത് പറഞ്ഞ ഒരു കാര്യം എന്താണ്, ഇത് മുഴുവൻ ഒരു ഉദാഹരണത്തിന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ അദാനി, അംബാനി തുടങ്ങിയവരൊന്നും നേരിട്ട് ഇലക്ട്രൽ ബോണ്ട് വഴി കൊടുത്തിട്ടില്ല എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ ഇപ്പോൾ തപ്പി വരുമ്പോൾ ഈ അദാനിയുടെ കമ്പനിയും അംബാനിയുടെ കമ്പനിയും ഒക്കെയായി നേരിട്ട്, അതായത് ആ കമ്പനിയുടെ സർവീസ് സെക്ടറിൽ അവരുമായിട്ട് അസോസിയേറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ അവരുടെ തന്നെ ഉപകമ്പനികളിലൂടെ പണം പോയിട്ടുണ്ട്. അപ്പോൾ അതുമാത്രമല്ല, ഇതിന് അങ്ങനെയാണെങ്കിൽ മറ്റ് മാർഗ്ഗങ്ങളെല്ലാം എല്ലാം അവസാനിപ്പിച്ചിട്ടുണ്ട്. ഇതിൻ്റെ ഒരു ഏറ്റവും സുതാര്യമായ ഒരു തലം എന്ന് പറയുന്നത് ബാങ്കിലൂടെ തന്നെ ഈ ട്രാൻസാക്ഷൻ മൊത്തം നടക്കട്ടെ എന്നുള്ളതാണല്ലോ. ഇപ്പോൾ KYC, ഈ അടയ്ക്കുന്നയാളുടെ KYC മേടിക്കുന്നുണ്ടെന്ന് പറയുമ്പോൾ തന്നെ അത് ഒരു തരത്തിലും ട്രേസ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളതായിരുന്നു ബാങ്കിൻ്റെ വാഗ്ദാനം എന്ന് പറയുന്നത്. അതൊരു തരത്തിലും സർക്കാരിലേക്ക് എത്തില്ല, അല്ലെങ്കിൽ ഇതിൻ്റെ രാഷ്ട്രീയ പാർട്ടികളിലേക്ക് ഇതിൻ്റെ കണക്കെത്തില്ല എന്നുള്ളതായിരുന്നു ഒരു വാഗ്ദാനം എന്ന് പറയുന്നത്. അതെല്ലാം പൊള്ളയായ വാഗ്ദാനങ്ങളാണെന്ന് തെളിഞ്ഞില്ലേ. ഏറ്റവും ഒടുവിൽ ഞാൻ നേരത്തെ പറഞ്ഞ ആഭ്യന്തരമന്ത്രി തന്നെ ഇത് 6,000 കോടിയെ BJPക്ക് കിട്ടിയിട്ടുള്ളൂ, ബാക്കി പ്രതിപക്ഷ പാർട്ടികളാണെന്ന് പറഞ്ഞത് തന്നെ കള്ളാണെന്ന് തെളിഞ്ഞില്ലേ. അപ്പോൾ ഇതിനപ്പുറം നമുക്ക് മുന്നിൽ വേറെ കൂടുതൽ ഇനി അന്വേഷിച്ചു പോകേണ്ടതില്ല തെളിവുകൾക്കായി. ഇതിൻ്റെ വ്യാപ്തി എന്ന് പറയുന്നത് മൊത്തം കിട്ടിയിട്ടുള്ള 12,000 കോടിയല്ല, അല്ലെങ്കിൽ BJPക്ക് കിട്ടിയിട്ടുള്ള 6,060 കോടിയല്ല. അതിലൂടെ മറ്റ് കമ്പനികൾക്ക് കിട്ടിയിട്ടുള്ള നേട്ടം എന്നുള്ളത് തന്നെയാണ്, അല്ലെങ്കിൽ അനധികൃതമായി അവർ കൊണ്ടുപോയിട്ടുള്ളത് തന്നെയാണ്. വളരെ സിമ്പിളായിട്ടേ, ഞാൻ എൻ്റെ വിഷയമല്ല, SBIയിൽ അക്കൗണ്ടുള്ള ഒരാൾ അല്ലെങ്കിൽ ഒരു കമ്പനി SBIയിൽ നിന്ന് ബോണ്ട് എടുത്ത് ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കുകയും 20,000 രൂപയിൽ കൂടുതലുള്ള വാങ്ങിക്കുന്ന പണം അവരുടെ ഇൻകം ടാക്സ് റിട്ടേണിൽ കാണിക്കുകയും ചെയ്താൽ ഇന്ത്യയിൽ ഇതിലും സുതാര്യമായി ഒരു രാഷ്ട്രീയ പാർട്ടിക്കും പൈസ വാങ്ങിക്കാൻ പറ്റില്ല. എന്ന് പറഞ്ഞാൽ എനിക്ക് കുറച്ച് പൈസ കൊടുക്കണമെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ എൻ്റെ കമ്പനിക്ക് ഒരു പാർട്ടിക്ക് പൈസ കൊടുക്കണമെന്നുണ്ടെങ്കിൽ SBIയിൽ അക്കൗണ്ട് തുടങ്ങുക, എൻ്റെ കമ്പനിയുടെ അക്കൗണ്ട് വേറെ ഏത് കമ്പനിയിലായാലും അതിൽ നിന്ന് തുക, ഇതിലേക്ക് കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന തുക SBIയുടെ അക്കൗണ്ടിലേക്ക് മാറ്റുകയും അതിന് ബോണ്ട് എടുത്ത് ഇലക്ട്രോണിക് ട്രാൻസ്ഫർ വഴി, പേപ്പറിലേക്ക് ആക്കേണ്ട കാര്യം എന്താ, പേപ്പറിലാക്കുന്നതെല്ലാം കള്ളത്തരമാണെന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ നോട്ട് നിരോധിച്ചത് പോലും. ഇലക്ട്രോണിക് ട്രാൻസ്ഫർ വഴി ഈ രാഷ്ട്രീയ പാർട്ടിയിലേക്ക് കൊടുക്കുകയും അതിൻ്റെ ഡോക്യുമെൻറ്റ്സ് കൃത്യമായി SBI സൂക്ഷിക്കുകയും വാങ്ങിച്ച രാഷ്ട്രീയ പാർട്ടി 20,000 രൂപയിൽ കൂടുതൽ കിട്ടുന്ന പണം ഇത് ഞങ്ങൾക്ക് ഇന്ന സ്ഥലത്തുനിന്ന് കിട്ടിയിരിക്കുന്നു, ഇത്ര രൂപ കിട്ടിയിരിക്കുന്നു പറഞ്ഞ് അവരുടെ പബ്ലിക് ഡോക്യുമെൻറ്റിൽ ഡിക്ലെയർ ചെയ്യുകയും ചെയ്താൽ ഇത്ര സുതാര്യമായി ഇന്ത്യയിൽ വേറെ ഒരു തെരഞ്ഞെടുപ്പ് ഫണ്ടിങ്ങും നടത്താക്കാൻ പറ്റില്ല. അത് ചെയ്യില്ല എന്ന് വാശിയുള്ളവരാണ് ഈ ബോണ്ട് വേണ്ട എന്ന് തീരുമാനിച്ചവരിൽ ഒഴികെയുള്ള ബാക്കി എല്ലാ പാർട്ടികളും. അതാണ് കഷ്ടം. 2003 ഞാൻ കേരളത്തിലെ തെരഞ്ഞെടുപ്പ് പ്രസ്ഥാനങ്ങളുടെ അവർ കൊടുത്ത ഇൻകം ടാക്സ് റിട്ടേണിൻ്റെ കോപ്പി വിവരാവകാശം പ്രകാരം കിട്ടുമെന്ന് ചോദിച്ചത്. ഇടത് പാർട്ടികൾ ഒഴികെയുള്ള എല്ലാ ആളുകളും സെൻട്രൽ CIC വരെ ഫൈറ്റ് ചെയ്തു. ഞാൻ ആ ഫൈറ്റ് ഉപേക്ഷിക്കുകയായിരുന്നു. അത് സുതാര്യതയോടെ എന്തുമാത്രം വാശിയാണ് രാഷ്ട്രീയ പാർട്ടികൾ അതിനെതിരെ ഫൈറ്റ് ചെയ്യാൻ കാണിക്കുന്നതെന്നുള്ളതാണ്. അപ്പോൾ ശരിക്കും ഒരു നല്ല വേണ്ട. എന്നോട് ഒരുപാട് പേര് ചോദിച്ചു, ഇലക്ട്രൽ ബോണ്ട് വേണ്ട, എന്താണ് പകരം ഏറ്റവും നല്ല സൊല്യൂഷൻ എന്താ, ബാങ്ക് അക്കൗണ്ട് വഴി പൈസ ട്രാൻസ്ഫർ ചെയ്യുക, അത് ഇൻകം ടാക്സ് റിട്ടേണിൽ കാണിക്കുക. പൈസ സംഭാവന കിട്ടിയിട്ടില്ലെന്ന് പറഞ്ഞ രാഷ്ട്രീയ ഒരു സംഗതി ഇതായിട്ട് ബന്ധപ്പെടുമെന്ന് അറിയില്ല. പക്ഷേ അമിത്ഷാ മോഡിയൊക്കെ പറയുന്നുണ്ട് 400 സീറ്റ് ഉറപ്പായിട്ട് കിട്ടുന്നത്. പക്ഷേ ഇതിന് എന്തെങ്കിലും ഒരു EVM വല്ല കൃത്രിമം നടത്താനുള്ള വല്ല സാധ്യതയുണ്ടോ? ഇത്ര ഉറപ്പായിട്ട് പറയണമെങ്കിൽ ഇപ്പം ഇത്രയൊന്നും പ്രയാസപ്പെടാതെ പണം കൊടുക്കാതെ വാങ്ങാതെ ഇങ്ങനെ ഇത് ഏറ്റവും എളുപ്പമായിട്ട് കഴിയുന്ന സംഗതിയാണല്ലോ. അതിന് എന്തെങ്കിലും ഒരു പ്രിക്കോഷൻ നമുക്ക് ചെയ്യാൻ പറ്റുമോ? ഓക്കെ, നമ്മൾ റിലീജിയസ് പെർസിക്യൂഷൻ എന്ന് പറയുന്ന ഒരു യാഥാർത്ഥ്യമാണ്. ആ യാഥാർത്ഥ്യം അനുഭവിച്ചുമാണ് ഇന്ത്യ രാജ്യത്ത് ഒരുപാട് ആളുകൾ താമസിക്കുന്നത്. അവർക്ക് എന്തെങ്കിലും അപേക്ഷിക്കാനോ മറ്റൊന്നും പൗരത്വമില്ലാത്തതോട് പോകില്ല. പക്ഷെ അവർക്ക് പൗരത്വം കൊടുക്കുക എന്നത് ഒരു പോസിറ്റീവായിട്ടുള്ള കാര്യമാണ്. പക്ഷേ ഇവിടെ വിഷയം എന്ന് പറയുന്നത് എന്തുകൊണ്ട് ഈ 3 ബംഗ്ലാദേശ്, പാകിസ്ഥാൻ, അഫ്ഗാനിസ്ഥാൻ 3 രാഷ്ട്രങ്ങളിൽ ഒതുങ്ങി, എന്തുകൊണ്ട് വിയറ്റ്നാമും ബർമയും ശ്രീലങ്കയും മറ്റൊന്നും ഉൾപ്പെട്ടില്ല? അങ്ങനെയാണെങ്കിൽ അത് മാത്രമല്ല, ഈ ന്യൂനപക്ഷം എന്ന് വ്യാഖ്യാനിക്കപ്പെടുന്നതിൽ അഹമ്മദിയ വിഭാഗവും ഷിയ വിഭാഗവും, പാകിസ്ഥാനിൽ നിന്ന് വന്ന അഹമ്മദിയ വിഭാഗവും ഷിയ വിഭാഗവും ഉൾപ്പെടുകയും അതേപോലെ തന്നെ ശ്രീലങ്കയിൽ നിന്നും മറ്റ് വന്ന ഹിന്ദു റിലീജിയൻ ഉൾപ്പെടെയുള്ള ആളുകൾ വരികയും ചെയ്താൽ, അല്ലെങ്കിൽ ഈ റിലീജിയസ് പെർസിക്യൂഷൻ അനുഭവിക്കുന്നവരുടെ കൂട്ടത്തിൽ അവരുടെ കാറ്റഗറിയിൽ മുസ്ലിങ്ങൾ കൂടി വരികയും ചെയ്താൽ ഈ നിയമം നമുക്ക് അനുകൂലമായി മാറുമോ? അല്ലെങ്കിൽ ഈ CAA എന്ന് പറയുന്ന നിയമ ഭേദഗതി പൂർണ്ണമായിട്ട് നിരാകരിക്കുന്നതിന് പകരം ഇതിനുണ്ടാകുന്ന ഡിഫക്റ്റുകൾ പരിഹരിക്കാൻ വേണ്ടി മറ്റൊരു അമെൻമെൻറ്റ് കൂടി എന്തുകൊണ്ടാണ് നിർദ്ദേശിക്കാത്തത് എന്നാണ് എൻ്റെ ചോദ്യം. സാങ്കേതികമായ
വശം മാത്രമാണ് ഈ 3 രാജ്യങ്ങൾ 6 മതങ്ങൾ എന്ന് പറയുന്നത്. ഏറ്റവും അടിസ്ഥാനപരമായി എൻ്റെ പ്രശ്നം, എനിക്ക് ഈ പാനലിലിരിക്കുന്ന മറ്റാരുടെയും പ്രശ്നം അറിയില്ല. എൻ്റെ പ്രശ്നം, ഒന്ന്, നിങ്ങൾ മതത്തെ വർഗീകരിക്കാനുള്ള ഒരു ഉപാധിയാക്കിയാൽ ആ നിയമം അസാധു, അത് തെറ്റ്. എന്നെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയിൽ മതം അത്തരത്തിൽ വർഗീകരിക്കപ്പെടാനുള്ള ഒരു ഉപാധിയല്ല. 2, റിലീജിയസ് പെർസിക്യൂഷൻ ഒരു തരത്തിലുള്ള പ്രോസിക്യൂഷൻ മാത്രമാണ്. പീഡനം എന്ന് പറയുന്നത്, ഞാൻ ഏറ്റവും നല്ല ഉദാഹരണം പറഞ്ഞില്ലേ, ഇന്ത്യ പൗരത്വം എന്നതിന് എല്ലാ കാലത്തും കൊടുത്തിരിക്കുന്ന നിർവചനം, കോൺസ്റ്റിറ്റ്യൂഷനിലും അതിനുശേഷം വന്ന ആക്ടിലും കൊടുത്തിരിക്കുന്ന നിർവചനം ഇന്ത്യ എന്ന ഭൂവിഭാഗവുമായുള്ള നിങ്ങളുടെ ബന്ധത്തെയാണ്. ഇന്ത്യയിൽ നിന്ന് പുറത്തുപോയി ജോലി ചെയ്തവർ, അവിടെ ഉണ്ടായ കുട്ടി, ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല, സെക്ഷൻ 3, 4, 5, 6 അനുസരിച്ചിട്ട് ഇന്ത്യയുമായുള്ള നിങ്ങളുടെ ബന്ധമാണ് പൗരത്വത്തിനുള്ള നിങ്ങളുടെ അടിസ്ഥാനം. ഇതാണ് ഇന്ത്യയുടെ പൗരത്വത്തിൻ്റെ അടിസ്ഥാനം. ഈ ദേശീയത എന്ന് പറയുന്ന അല്ല ഇന്ത്യയിൽ പൗരത്വം, ഇന്ത്യയുടെ ഭൂവിഭാഗവുമായുള്ള നിങ്ങളുടെ ബന്ധമാണ്. അതിനെ മറികടന്നുകൊണ്ട് മതം ഒരു പ്രശ്നമാകുമ്പോഴാണ്. അപ്പോൾ ചോദിച്ചു, ഈ 3 രാജ്യങ്ങളിൽ നിന്ന് വന്ന എല്ലാ മതവിഭാഗക്കാരെയും ഉൾപ്പെടുത്തിയാൽ സന്തോഷം. പക്ഷേ ഈ 3 രാജ്യങ്ങളല്ല, ഇന്ത്യയുടെ ചുറ്റുപാടുമുള്ള രാജ്യങ്ങളിൽ നിന്ന്, ഞാൻ അതുകൊണ്ടാണ് മറ്റു പല ഉദാഹരണങ്ങളും പറഞ്ഞത്, അവരെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് നിയമ ഭേദഗതി കൊണ്ടുവന്നാൽ അതല്ലേ കേന്ദ്ര സർക്കാർ ചെയ്യേണ്ടത്. അങ്ങനെ കൊടുക്കാൻ ഉദ്ദേശമുണ്ടെങ്കിൽ അങ്ങനെയല്ലേ ചെയ്യേണ്ടത്. അതിന് എത്ര ഭേദഗതി വന്നു? എനിക്ക് തോന്നുന്നു കേരളത്തിൽ നിന്ന് തന്നെ ഒരു MP CAA അമെൻമെൻറ്റ് ബില്ല് അവതരിപ്പിച്ചു. സെൻട്രൽ ഗവൺമെൻറ് അത് ലിസ്റ്റ് ചെയ്യുക പോലും ചെയ്തില്ല ചർച്ച ചെയ്യാൻ പാർലമെൻറ്റിൽ. രണ്ടാമത്തെ വിഷയം, മറ്റ് പേഴ്സിക്യൂഷൻസോ. ഞാൻ ട്രാൻസ്ജെൻഡേഴ്സിൻ്റെ ഉദാഹരണം പറഞ്ഞു. നിങ്ങൾ എത്ര പേർക്ക് അറിയാമെന്ന് എനിക്കറിയില്ല, ഞാൻ ആ വിഭാഗവുമായിട്ട് ബന്ധപ്പെട്ട് അടുത്ത് പ്രവർത്തിക്കുന്ന ഒരാളാണ്. ഇന്ത്യയുടെ പരിസര പ്രദേശങ്ങളുള്ള പല രാജ്യങ്ങളിലും ഇന്നും അവരെ കണ്ടാൽ ഓടി തല്ലിക്കൊല്ലുന്ന വിഭാഗത്തിൽപ്പെട്ട ആളുകളാണ്. പലരും നേരിട്ട് ഫിസിക്കൽ അട്രോസിറ്റി നേരിടുകയാണ്. അവർ ഇന്ത്യയിൽ വന്ന് താമസിക്കുന്നുണ്ട്, അവർക്ക് കുട്ടികൾ ഉണ്ടാകുന്നുണ്ട്, ട്രാൻസ്ജെൻഡേഴ്സിനും കുട്ടികൾ ഉണ്ടാകുന്നുണ്ട്. അവർ പലതരത്തിലുള്ള ഗർഭ മാർഗ്ഗങ്ങളൊക്കെ ഉപയോഗിച്ച് കുട്ടികളുണ്ടാകുന്നു. ഈ കുട്ടിയുടെ കുറ്റമാണോ? അവർ റിലീജിയസ് പെർസിക്യൂഷനിലൂടെ അല്ല വന്നത്, ഈ പറഞ്ഞ 3 രാജ്യങ്ങളിലൂടെ അല്ല വന്നതെന്ന്. അതാ ഞാൻ പറഞ്ഞേ, ഇതിൻ്റെ ഇൻറ്റൻഷനാണ് കുഴപ്പം. അഫ്ഗാനിസ്ഥാൻ ഉൾപ്പെടുത്തിയപ്പോൾ ആ ഇൻറ്റൻഷൻ ക്ലിയർ ആയി. അതേസമയം നമ്മൾ റിലീജിയസ് പെർസിക്യൂഷൻ മാത്രമല്ല, ഇന്ത്യയിൽ 11 വർഷമായി താമസിക്കുന്ന, ഇന്ത്യയുടെ പൗരത്വം വേണമെന്ന് ആഗ്രഹിക്കുന്ന, 11 വർഷമായി ഇന്ത്യയുടെ ഫണ്ടമെൻ്റലിസത്തിനെ ഒരു തരത്തിലും ചോദ്യം ചെയ്യാത്ത, അത്തരത്തിലുള്ള ഒരു ആക്ടിവിറ്റിയും ചെയ്യാത്ത ഒരു ആൾ പൗരത്വം ആവശ്യപ്പെട്ടാൽ നാച്ചുറലൈസേഷനിലൂടെ അല്ലെങ്കിൽ രജിസ്ട്രേഷനിലൂടെ പൗരത്വം കൊടുക്കുന്നതിന് എന്താ തടസ്സം? അതല്ലേ കൊണ്ടുവരേണ്ടത്. 11 വർഷം എന്നുള്ളത് 5 വർഷമായിട്ട് കുറച്ച് കൊടുക്കാൻ തരാം. എല്ലാവർക്കും കുറച്ച് കൊടുക്കൂ. ഇന്ത്യയിൽ വന്ന ആർക്കാണ് നിങ്ങൾ 11 വർഷം കാത്തിരിക്കണം, ഇവർ 5 വർഷം കാത്തിരുന്നാൽ മതി എന്ന് പറയുന്നത്? 5 വർഷം ഇന്ത്യയുടെ സർവ്വ നിയമങ്ങളും പാലിച്ച് ഇന്ത്യയിൽ കഴിയുന്ന ഒരാൾക്ക് ഗതികേടിൻ്റെ ഫലമായി അയാൾ ഇന്ത്യയിൽ വന്നതാണെങ്കിൽ അയാൾക്ക് പൗരത്വം കൊടുക്കൂ. അതിന് മതം അടിസ്ഥാനപ്പെടുത്തരുത്. അവിടെയാണ് ലളിതമായി, ഇപ്പോൾ ഈ ചോദ്യം ചോദിച്ചപ്പോൾ വളരെ ലളിതമായി തോന്നുന്നു, അതായത് ബാക്കിയുള്ളവരെയും കൂടി ഉൾപ്പെടുത്തിയാൽ പോരെയെന്ന്. ഈ ലാളിത്യം CAA മാത്രമായിരുന്നെങ്കിൽ ഞാൻ സമ്മതിച്ചേനെ. CAAയിൽ മാത്രമായിരുന്നു ഈ മതത്തിൻ്റെ പ്രശ്നമെങ്കിൽ ഞാൻ സമ്മതിച്ചേനെ. ഏതോ ഒരു സുഹൃത്ത് ചോദിച്ചു, ജനനമരണ രജിസ്റ്ററിൽ എങ്ങനെയാണ് മാതാവിൻ്റെയും പിതാവിൻ്റെയും ജനിച്ച സ്ഥലത്തിന് പകരം മതം വരുന്നത്? CAA NRC വിഷയം ചർച്ച ചെയ്യുമ്പോൾ പറയേണ്ട ഒന്നാണ്. ഞാൻ 20-30 വേദികളിൽ പറഞ്ഞിട്ടുള്ളതാണ്, 19-ലും 20-ലും. ആധാർ ഇതിൻ്റെ അടുത്ത പടിയാണ്. നിങ്ങൾ എഴുതി വെച്ചോളൂ, അടുത്ത 3-4 വർഷം കഴിഞ്ഞാൽ നിങ്ങളെ ആരെയും ജയിലിലിടേണ്ട ആവശ്യം വരില്ല സർക്കാരിന്. നിങ്ങളുടെ ആധാർ കട്ട് ചെയ്താൽ ടെലിഫോൺ കട്ടായി, നിങ്ങളുടെ ആധാർ കട്ട് ചെയ്താൽ നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ട് ഫ്രീസായി, നിങ്ങളുടെ ആധാർ കട്ട് ചെയ്താൽ നിങ്ങളുടെ ലാൻഡ് ഫ്രീസ് ചെയ്യാൻ പോകുന്നു. കാരണം കേരളം ലാൻഡ് എന്ന് പറയുന്ന ഒരു സബ്ജക്റ്റ് ആധാറിലേക്ക് ഇൻക്ലൂഡ് ചെയ്യണോ വേണ്ടോ എന്നുള്ള ചർച്ചകൾ തുടങ്ങി വെച്ചു. ആന്ധ്രാപ്രദേശിൽ ലാൻഡ് തണ്ടപ്പേർ ആധാറുമായി രജിസ്റ്റർ ചെയ്ത തീരുമാനം, സംസ്ഥാന സർക്കാർ തീരുമാനം ഹൈക്കോടതി റദ്ദാക്കി. കാരണം ലാൻഡ് ബിലോങ്സ് ടു ദ സ്റ്റേറ്റ്. അത് കോൺസ്റ്റിറ്റ്യൂഷൻ അനുസരിച്ച് ലാൻഡ് സ്റ്റേറ്റിനാണ്. സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ കയ്യിലുള്ള അവരുടെ ആയുധമായിട്ടുള്ള ആധാറിനകത്ത് നിങ്ങൾ ലാൻഡ് കൊണ്ടുപോയി സറണ്ടർ ചെയ്യാൻ പാടില്ല, ബാങ്ക് അക്കൗണ്ട് കൊണ്ടുപോയി സറണ്ടർ ചെയ്യാൻ പാടില്ല, നിങ്ങളുടെ മറ്റ് ടെലിഫോൺ പോലുള്ള സംഗതികൾ സറണ്ടർ ചെയ്യാൻ പാടില്ല. ഇന്ത്യൻ പൗരനാണെന്ന് തെളിയിക്കുന്ന പാസ്പോർട്ടുള്ള ഒരാൾക്ക് പിന്നെ എന്തിനാണ് ആധാർ? ആധാർ നടത്തിക്കോട്ടെ, ഞാൻ പറഞ്ഞ ടാക്സ് പിരിക്കുന്നതിനോ അല്ലെങ്കിൽ സർക്കാർ കൊടുക്കുന്ന പണം മിസ്യൂസ് ചെയ്യപ്പെടുന്നതിനോ ഒക്കെ ആധാർ ഉപയോഗിച്ചോട്ടെ, ഞാൻ എതിരല്ല. പക്ഷേ പാസ്പോർട്ടുള്ള ഒരാൾക്ക് ഇന്ത്യയുടെ മറ്റ് സേവനങ്ങൾ കിട്ടാൻ വേണ്ടി ആധാർ വേണമെന്ന് പറയുകയും ഒരാളുടെ പൗരനായി ജീവിക്കാനുള്ള അവകാശത്തിൻ്റെ എല്ലാ ഫെസിലിറ്റീസും ആധാറുമായി ലിങ്ക് ചെയ്യുകയും ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്കൊരാളെ ജയിലിലിടേണ്ട ആവശ്യം വരില്ല. ഈ രീതിയിലേക്ക് പോകുന്ന പ്രോസസ്സിനകത്ത് അതിലേറ്റവും പ്രധാനപ്പെട്ടത് എന്താ? ജനനമരണ രജിസ്റ്ററാണ് അല്ലേ? നിങ്ങൾ ഈ അടുത്ത കാലത്ത് പത്രത്തിൽ വായിച്ചോ? സെൻട്രൽ ഗവൺമെൻറ് പറഞ്ഞ, ആധാർ അതോറിറ്റി പറഞ്ഞ, ആധാറിനെ നിങ്ങൾക്ക് ഇനി മുതൽ നിങ്ങളുടെ ജനന ഡോക്യുമെൻ്റായിട്ട് കണക്കാക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞ് വായിച്ചോ? ബർത്ത് സർട്ടിഫിക്കറ്റും അതിൻ്റെ രജിസ്ട്രേഷനും മാത്രമാണ് നിങ്ങൾക്ക്
ഡേറ്റ് ഓഫ് ബർത്തിനുള്ള പ്രൂഫായിട്ട് കൊടുക്കുക. ആധാർ വന്ന കാലത്ത് അങ്ങനെയല്ല നമ്മളോട് പറഞ്ഞിരുന്നത്. ഇനി ഇത് മതി, ബാക്കി എല്ലാ കാർഡും കളഞ്ഞോന്നാണ് പറഞ്ഞത്. എന്തുകൊണ്ടാണ് തിരിച്ച് ജനന മരണ രജിസ്റ്ററിലേക്ക് തിരിച്ചു വരുന്നത്? ജനന മരണ രജിസ്റ്റർ അടിസ്ഥാനപ്പെടുത്തി കൊണ്ടുവരുന്ന ആധാർ ലിങ്കിങ് തീർച്ചയായിട്ടും ഭാവിയിൽ വരാനിരിക്കുന്ന മതപരമായ വർഗീകരണത്തിൽ ആയുധമാക്കാനുള്ള സാധ്യതയുണ്ട്. ഞാൻ ഇന്ന് കാണുന്ന ഒരു പോക്ക് വെച്ചിട്ട് ഒരു 2 or 3 പാർലമെൻറ്റ് സെഷൻ കഴിയുമ്പോൾ പതുക്കെ അവർ അടുത്ത ഡോക്യുമെൻ്റ് കൊണ്ടുവരാൻ സാധ്യതയുണ്ട്. അതിപ്പോൾ എല്ലാവരെയും ബാധിക്കുന്ന രീതിയിലായിരിക്കില്ല കൊണ്ടുവരുന്നത്. ആദ്യം വളരെ ചെറുതായിട്ടായിരിക്കും, ദീർഘിപ്പിക്കുന്നില്ല. എൻ്റെ പ്രശ്നം അടിസ്ഥാനപരമായി മനുഷ്യരെ മതപരമായി വർഗീകരിക്കുന്നത് ശരിയല്ല. കാരണം മതം മാറാവുന്നൊരു സംഗതിയാണ്. ഞാൻ ഇന്ന് ഹിന്ദുവാണ്, നാളെ എനിക്ക് മുസ്ലിം ആവാം, മറ്റന്നാൾ ക്രിസ്ത്യാനി ആവാം, അതിൻ്റെ വ്യത്യാസം ഹിന്ദു ആവാം, പാഴ്സി ആവാം, എന്ത് വേണമെങ്കിലും ആവാം. നാളെ മാറാൻ പറ്റുന്നൊരു സംഗതി വെച്ചിട്ട് നിങ്ങൾക്ക് മനുഷ്യരെ അവരുടെ ദീർഘകാലത്തേക്കുള്ള സാധനങ്ങളിൽ വർഗീകരിച്ചിട്ട് അവർക്ക് കൊടുക്കുമെന്ന് പറയാൻ പറ്റില്ല. മാറാൻ പറ്റാത്തൊരു സംഗതി എന്താണ്? നിങ്ങൾ ജനിച്ച സ്ഥലം, അല്ലെങ്കിൽ നിങ്ങളുടെ അച്ഛൻ്റെയും അമ്മയുടെയും ബേസിക് ആയിട്ടുള്ള അവരുടെ സ്വഭാവം, അവർ ഏത് രാജ്യത്തോടാണ് കൂറുണ്ടായിരുന്നത്, അതൊക്കെ നിങ്ങൾക്ക് പരിശോധിക്കാം. അവർ ഇല്ലീഗൽ മൈഗ്രൻ്റ് അല്ലെന്ന് തെളിയിക്കണമെന്ന് പറയുന്ന ബാധ്യത എൻ്റെ തലയിൽ കൊണ്ടുവന്നിട്ടല്ല പൗരത്വം അല്ലെങ്കിൽ അതുപോലുള്ള സംഗതികൾ തീരുമാനിക്കേണ്ടത്. അത്തരം സംഗതികളിൽ നാളെ മാറ്റാൻ പറ്റാത്തതും മനുഷ്യർ തമ്മിൽ വിവേചിച്ചാൽ ആളുകൾക്ക് പ്രശ്നമാകാത്തതുമായിട്ടുള്ള സംഗതികൾ, റിസർവേഷനെതിരെ ഒരു തരത്തിലുള്ള പ്രശ്നം ഉണ്ടായില്ലല്ലോ, നമുക്കതിൻ്റെ റീസൺ അറിയാം. ഇതുപോലെ ആയിരിക്കണം പൗരത്വം കൊടുക്കുമ്പോഴുമുള്ളത്. അതുകൊണ്ട് ഞാൻ CAA ഒരു പൗരത്വ പ്രശ്നമായി മാത്രമല്ല കാണുന്നത്, ഞാൻ അതിനെ ഒരു ലോങ് പ്രോജക്റ്റിൻ്റെ തുടക്കമായിട്ടാണ് കാണുന്നത്. ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനെ പറ്റി പറയാൻ ആളല്ല. 2 വാദങ്ങളുമുണ്ട്. ഈ മേഖലയിൽ പ്രവർത്തിക്കുന്ന ഈ സുപ്രീം കോടതിയിൽ ഈ കേസ് കേട്ടപ്പോൾ 3 ദിവസം ഞാൻ ഫസ്റ്റ് കോർട്ടിലുണ്ടായിരുന്നു, ചീഫ് ജസ്റ്റിസിൻ്റെ കോടതിയിലുണ്ടായിരുന്നു. കഴിഞ്ഞ ദശാബ്ദക്കാലമായിട്ട് ഇന്ത്യയിൽ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ പ്രവർത്തിപ്പിക്കുകയും അത് നടപ്പാക്കുകയും ചെയ്ത ഇലക്ഷൻ കമ്മീഷൻ്റെ ഭാഗമായി പ്രവർത്തിച്ച സീനിയറായിട്ടുള്ള IAS ഉദ്യോഗസ്ഥരാണ് കേസ് കൊടുത്തത്. അവരെല്ലാവരും പറയുന്നതിനകത്ത് മാനിപ്പുലേഷൻ പോസിബിൾ ആണെന്ന്. പക്ഷേ സുപ്രീം കോടതി അത് പരിശോധിക്കാൻ തയ്യാറാവാതെ കേസ് ഡിസ്മിസ് ചെയ്തു. ഒരുപാട് പേര് എന്നോട് ചോദിച്ചു, വീണ്ടും കേസ് കൊടുത്താൽ നടക്കുമോ? ഒരിക്കൽ ഡിസ്മിസ് ചെയ്ത കേസ് വീണ്ടും എടുക്കുക സാധ്യമല്ല. അത്തരം മാനിപ്പുലേഷൻസ് തീർത്തും നമുക്ക് തള്ളിക്കളയാൻ പറ്റുന്നൊരു സംഗതിയല്ല. പക്ഷേ ഇന്ത്യ പോലൊരു സ്ഥലത്ത് അത്രയും വലിയ മാനിപ്പുലേഷൻസ് ഈസി ആയിട്ട് നടക്കുന്നു വിചാരിക്കരുത്. ഈ കോൺഫിഡൻസിനെ പറ്റി ചോദിച്ചു. എൻ്റെ ഉത്തരം, ഈ കോൺഫിഡൻസ് എല്ലാ കാലത്തും ഇത്തരം പൈസയുള്ള ആളുകൾ പറഞ്ഞിട്ടുള്ളതാണ്. പക്ഷേ ഇന്ദിരാഗാന്ധി 75-ലെ ഇലക്ഷൻ നേരിട്ടപ്പോൾ അവർക്കുണ്ടായിരുന്ന കോൺഫിഡൻസ് എന്തായിരുന്നു? ഈ ജനം കൊടുക്കുന്ന മറുപടി വേറെ രീതിയിലാണ്. അതുകൊണ്ട് എനിക്ക് ഈ കോൺഫിഡൻസിനെയൊക്കെ അത്രേ കാണാൻ പറ്റുന്നുള്ളൂ. ജനം വിചാരിച്ചാൽ തിരിക്കാൻ പറ്റാത്തതൊരു സംഗതിയായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. ജയിക്കണമെന്ന് കോൺഗ്രസ്സിന് പോലും ഇല്ലെങ്കിലും പല മണ്ഡലങ്ങളിലും കോൺഗ്രസ്സിനെ ജയിപ്പിക്കണമെന്ന് നോർത്ത് ഇന്ത്യയിൽ പല സ്ഥലത്ത്, നിങ്ങളെന്താ സ്ഥാനാർത്ഥിയെ നിർത്താത്തത് എന്ന് ഒരു മണ്ഡലത്തിലെ ജില്ലാ കളക്ടർ രാഹുൽ ഗാന്ധിയോട് ചോദിച്ച കാര്യം മിനിയാന്ന് ആ ജില്ലാ കളക്ടർ എന്നോട് പറഞ്ഞു. ഞാൻ അദ്ദേഹത്തിൻ്റെ പേര് ഇവിടെ പറയുന്നില്ല. നിങ്ങളെന്താണ് ഇവിടെ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിയെ നിർത്താത്തതെന്ന് അവിടുത്തെ ആളുകൾ വന്ന് അദ്ദേഹത്തോട് ചോദിച്ചതായി. അദ്ദേഹം ഒരു നോർത്ത് ഈസ്റ്റിലെ ഒരു ഡിസ്ട്രിക്ട് കളക്ടറാണ്. അപ്പോൾ രാഷ്ട്രീയ പാർട്ടികൾക്ക് അത്തരത്തിലുള്ളൊരു ആഗ്രഹം ഇല്ലെങ്കിൽ പോലും ഒരു പ്രതിപക്ഷം വേണമെന്ന് ആളുകൾ ആഗ്രഹിക്കുന്ന ഒരു സ്ഥലത്താണ് നമ്മൾ ജീവിക്കുന്നത്. അതുകൊണ്ട് എനിക്ക് EVM-നകത്തുള്ള മാനിപ്പുലേഷൻ ഒരു പരിധിയിൽ കൂടുതൽ നടക്കുമെന്ന് തോന്നുന്നില്ല, നടക്കില്ല എന്നും തോന്നുന്നില്ല. സുപ്രീം കോടതി അത് പൂർണ്ണമായി അടച്ചിട്ടില്ല. കഴിഞ്ഞ ദിവസം ചീഫ് ജസ്റ്റിസിൻ്റെ എനിക്ക് തോന്നുന്നു വേറൊരു കോടതി, ഗവായ് അധ്യക്ഷനായിരിക്കുന്ന ഒരു ബെഞ്ച്, ഡിവിഷൻ ബെഞ്ച് നോട്ടീസ് അയച്ചിട്ടുണ്ട്. VVPAT എണ്ണാൻ കൊടുക്കണം, അത് കീപ്പ് ചെയ്യണം എന്ന് പറഞ്ഞിട്ട്. ആ നോട്ടീസിൽ സെൻട്രൽ ഗവൺമെൻറ് മറുപടി പറയാനിരിക്കുകയാണ്. ആ കേസ് നല്ല രീതിയിൽ മുമ്പോട്ട് പോവുകയാണെങ്കിൽ VVPAT എണ്ണാൻ കഴിയും. നമുക്കൊരു വലിയ പരിധിവരെ മാനിപ്പുലേഷൻ തടയാൻ പറ്റും. മറ്റ് ചർച്ചകൾ ഇതിന് ശേഷം നടത്താവുന്നൊരു കാര്യമാണ്. താങ്ക് യു. പ്രിയപ്പെട്ടവരെ, ഈ ഇന്ത്യ ഇന്ന് അഭിമുഖീകരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട 2 വിഷയങ്ങളിലാണ് ഇന്നത്തെ കോഴിക്കോട് വൈകുന്നേരം നമ്മൾ ചർച്ചയ്ക്ക് വിധേയമാക്കിയിട്ടുള്ളത്. 2 പ്രഭാഷകരും വളരെ ആഴത്തിൽ തന്നെ ആ വിഷയത്തെ പരിശോധിക്കുകയും നമ്മുടെ മുന്നിൽ അവതരിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇവിടെ ഏറ്റവും ഒടുക്കം ചോദിച്ച പോലെ ഇത് എങ്ങനെയാണ് ഹിറ്റ്ലറുടെ നാസി ജർമ്മനിക്കകത്ത് അപരവൽക്കരണവും ആര്യവൽക്കരണവും സാധ്യമാക്കിയത്, അതേപോലെ തന്നെ ഇന്ത്യയിലൊരു വലിയ വിഭാഗം ജനങ്ങളെ അപരവൽക്കരിക്കാനുള്ള ശ്രമങ്ങളുടെ തുടർച്ചയായിട്ടാണ് പൗരത്വ നിയമ ഭേദഗതി ഉൾപ്പെടെയുള്ള നിർദ്ദേശങ്ങൾ ഇന്ത്യക്കകത്ത് വന്നിട്ടുള്ളത്. ഓരോ കാര്യത്തിലും അത് മുത്തലാഖ് നിരോധന നിയമം മുതൽ ഇങ്ങോട്ട് നമ്മൾ കണ്ടിട്ടുണ്ട്. അതിൻ്റെ തുടർച്ച വരുന്ന സമയത്ത് അങ്ങനെ അപരവൽക്കരണം ഇന്ത്യക്കകത്ത് സാധ്യമാക്കുന്ന ഒരു നിയമനിർമ്മാണത്തോട് എന്ത് നിലപാടാണ് ഒരു ഫെഡറൽ സംവിധാനം നിലനിൽക്കുന്ന രാജ്യത്തിനകത്തെ കൊച്ചു സംസ്ഥാനത്തിനകത്ത് ഏത് രീതിയിലുള്ള പ്രതിരോധം സാധ്യമാകും എന്നുള്ളതാണ് കേരളം കാണിച്ചത്. അങ്ങനെ കേരളം ഒരു പ്രതിരോധത്തിൻ്റെ സാധ്യത മുന്നോട്ട് വെക്കുമ്പോൾ അതിനെ പരിഹസിക്കുന്ന ആ സാധ്യതകളെ ചെറുതാക്കി കാണുന്ന ആളുകളോട് ആ
അതൊരു ചെറുതായിട്ടുള്ളൊരു പ്രതിരോധമല്ല എന്നും ഇന്ത്യയുടെ ജനാധിപത്യത്തിൻ്റെ വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള സ്ട്രക്ചറിനകത്ത് നിന്നുകൊണ്ട് ഭരണഘടനാപരമായിട്ടുള്ള സാധ്യതകൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അത്തരം ചെറുത്തുനിൽപ്പെങ്കിലും സംഘടിപ്പിച്ചില്ലെങ്കിൽ മറ്റെന്ത് ബദലാണ് ഇക്കാലം മുന്നോട്ട് വെക്കുന്നത്. അപ്പോൾ ആ ചെറുത്തുനിൽപ്പുകൾക്ക് എങ്ങനെയാണ് ശക്തി പകരാൻ വേണ്ടി പറ്റുക, അതിനെ ഭരണഘടനയെ നിയമത്തെ എങ്ങനെയാണ് വ്യാഖ്യാനിക്കാൻ വേണ്ടി കഴിയുക, ആ ചെറുത്തുനിൽപ്പിൻ്റെ ഇടങ്ങളിലേക്ക് കൂടുതൽ ആളുകളെ കൂടുതൽ സംസ്ഥാനങ്ങളെ എങ്ങനെയാണ് ആകർഷിക്കാൻ വേണ്ടി കഴിയുക തുടങ്ങിയ ആലോചനകൾ നടത്തുന്നതിന് പകരം അതിനെ പുച്ഛിക്കുന്ന ഒരു സംവിധാനത്തോട് എങ്ങനെയാണ് നിയമപരമായി ഉൾപ്പെടെ കണക്ക് തീർക്കുന്നത് എന്നുള്ളതിനെക്കുറിച്ചാണ് സൂചനകളാണ് ഹരീഷ് ഇവിടെ തന്നിട്ടുള്ളത്. ജനാധിപത്യത്തെ പണാധിപത്യം വഴി അട്ടിമറിക്കാൻ വേണ്ടി ശ്രമിക്കുന്ന സമയത്ത് എങ്ങനെയാണ് അഴിമതിയെ ഉൾപ്പെടെ ഈ രീതിയിൽ വെള്ളപൂശുന്ന സമയത്ത് നേരത്തെ പറഞ്ഞ പോലുള്ള അഴിമതികൾക്കപ്പുറത്തേക്ക് ഇലക്ട്രൽ ബോണ്ട് അഴിമതി എന്നുള്ളത് ഇപ്പോഴും മാധ്യമങ്ങൾ ഉൾപ്പെടെ നമ്മുടെ തെരഞ്ഞെടുപ്പ് ചർച്ചകളിൽ വർത്തമാനങ്ങളിലൊന്നും ഇത്രയും വലിയൊരു അഴിമതി ഇന്ത്യ ഭരിക്കുന്ന രാഷ്ട്രീയ പാർട്ടി നടത്തിയിട്ട് ആർക്കും പ്രശ്നവുമില്ല, അതിൻ്റെ പണം പറ്റിയ ആളുകളിലും പ്രശ്നവുമില്ല. അതിൽ ഒരു രൂപ പോലും പറ്റാത്ത രാഷ്ട്രീയ പാർട്ടികൾ ഇങ്ങനെ കറകളഞ്ഞ രാഷ്ട്രീയം മുന്നോട്ട് വയ്ക്കുന്നുണ്ട് എന്നുള്ളതിന് ഒരു കയ്യടിയും വേണ്ട രീതിയിൽ ഈ നാട് നൽകുന്നുമില്ല. അപ്പോൾ ഇതൊന്നും നാട് ചർച്ച ചെയ്യപ്പെടാതിരിക്കുന്നത് ഈ പറയുന്ന രീതിയിലേക്ക് പണം വാങ്ങിയ ഇലക്ട്രൽ ബോണ്ട് വഴി പണം വാങ്ങിയ ആളുകളുടെ താല്പര്യം സംരക്ഷിക്കുന്ന ഒരു വലിയ രാഷ്ട്രീയം ഇവിടെ അതിശക്തമായി പ്രവർത്തിക്കുന്നതുകൊണ്ടാണ്. അതുകൊണ്ട് അതിനെതിരായിട്ടുള്ള ബദൽ ഉയർത്തിപ്പിടിക്കുക എന്നുള്ളത് വളരെ പ്രധാനം തന്നെയാണ്. ആ ഒരു ദൗത്യമാണ് കോഴിക്കോട് സാംസ്കാരിക വേദി ഇന്ന് വൈകുന്നേരം ഇവിടെ ഏറ്റെടുത്തിട്ടുള്ളത്. അങ്ങനെ ഇന്ത്യയിലെ മനുഷ്യരെ അപരവൽക്കരിക്കാനും ഇങ്ങനെ പണത്തിൻ്റെ രാഷ്ട്രീയം ജനാധിപത്യത്തെ അട്ടിമറിക്കാൻ ശ്രമിക്കുന്ന സമയത്ത് ഞങ്ങൾക്ക് കൈയും കെട്ടി നോക്കി നിൽക്കാൻ ഞങ്ങൾ സന്നദ്ധരല്ല എന്നും ഞങ്ങളുടെ വിയോജനം ഞങ്ങൾ രേഖപ്പെടുത്തും, അത് ആവർത്തിച്ച് രേഖപ്പെടുത്തും, അത് ഏറ്റവും ആഴത്തിൽ രേഖപ്പെടുത്തും. അതിനുള്ള ഒരു മാർഗമായിട്ട് ഈ തെരഞ്ഞെടുപ്പിൻ്റെയും ഞങ്ങളുടെ സമ്മതിദാന അവകാശത്തെയും വിനിയോഗിക്കും എന്ന് അതിശക്തമായിട്ട് പറയാനാണ് കോഴിക്കോടിൻ്റെ ഇന്നത്തെ വൈകുന്നേരം ശ്രമിച്ചിട്ടുള്ളത്. അതിൻ്റെ ഭാഗമായി ഇവിടെ എത്തിച്ചേർന്ന മുഴുവൻ ആളുകളോടും മോഡറേറ്റർ എന്നുള്ള രീതിയിലുള്ള സ്നേഹം രേഖപ്പെടുത്തുന്നു. നന്ദി രേഖപ്പെടുത്തുന്നതിന് വേണ്ടി ശശിമാഷ ക്ഷണിക്കുകയാണ്. പ്രിയമുള്ളവരെ, ഏറെ വൈകി വലിയ പ്രാധാന്യമുള്ള 2 രാഷ്ട്രീയ വിഷയങ്ങളാണ് നമ്മളിവിടെ ചർച്ച ചെയ്തത്. പ്രതികൂലമായ കാലാവസ്ഥയിലും പ്രത്യേകിച്ച് ജനങ്ങളൊക്കെ തെരഞ്ഞെടുപ്പിൻ്റെ പ്രചാരണത്തിലും റംസാൻ്റെ 27-ാം രാവൊക്കെയാണ്. ഈ പരിപാടി വിജയിപ്പിച്ച എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തുന്നു. ചർച്ച തുടരേണ്ടതുണ്ട്. ഈ പരിപാടിയിൽ നമ്മുടെ മുഖ്യാതിഥികളായി എത്തിയ അഡ്വക്കേറ്റ് ഹരീഷ് വാസുദേവൻ, TM ഹർഷൻ, മോഡറേറ്ററായ PM ആതിര, പങ്കെടുത്ത എല്ലാവർക്കും സാംസ്കാരിക വേദിയുടെ പേരിൽ നന്ദി രേഖപ്പെടുത്തുന്നു. ഈ പരിപാടി ഇവിടെ അവസാനിച്ചറിയിക്കും.